ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് ഇന്ത്യൻ പൊളിറ്റിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CHSL പരീക്ഷയിലെ 2019-2020 കാലയളവിൽ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട 60ഓളം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചോദ്യങ്ങൾ 60 ആണെങ്കിലും അതിൻ്റെ എത്രയോ മടങ്ങ് റിലേറ്റഡ് ഫാക്ട്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറുണ്ടല്ലേ. ആ രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. 60 ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണെങ്കിൽ പോലും അതിന് മുന്നേ വർഷങ്ങളിൽ SSC RRB PSC പരീക്ഷകളൊക്കെ ചോദിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം എന്താണ്? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മെൻഷൻസ് ദാറ്റ് ദ ലോക്സഭ മസ്റ്റ് ഹാവ് എ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ? എന്താണ് കാര്യം? നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണല്ലേ ലോക്സഭ എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത് 3 നെടുന്തൂണുകളാണ്. എന്തൊക്കെയായിരുന്നു? പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ. അതിലൊരു ബോഡിയാണ് ലോക്സഭ. ഇവിടെ ചോദിച്ചുള്ള ചോദ്യം ലോക്സഭയുടെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ അവരുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത്, അല്ലെങ്കിൽ ലോക്സഭയിലെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കറുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത് എന്നാണ് ചോദിച്ചുള്ളത്. ആർട്ടിക്കിൾ 93 ആണ്. ആർട്ടിക്കിൾ 93 പ്രകാരമാണ് നമ്മുടെ ലോക്സഭയിൽ സ്പീക്കറും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും, ലോക്സഭ ഇലക്ഷന് ശേഷം അതിൽ നിന്നുമുള്ള മെമ്പേഴ്സ്, ലോക്സഭ ഇലക്ഷന് ശേഷം അതിൽ വിജയിച്ചിട്ട് പാർലമെൻറ്റിലേക്ക് എത്തിയിട്ടുള്ള ആ മെമ്പേഴ്സിൽ നിന്നുമാണ് നമ്മൾ ഡെപ്യൂട്ടി സ്പീക്കർ അതുപോലെ സ്പീക്കർ 2 പേരെയും തിരഞ്ഞെടുക്കുന്നതല്ലേ. ആ ഒരു ഫാക്റ്റ് കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മളിനി കറണ്ട് അഫെയറിലേക്ക് പോവുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ ലോക്സഭ സ്പീക്കർ എന്ന് പറയുന്നത് ഓം ബിർളയാണ്. എന്നാൽ ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ 2014-19 ആ ഒരു കാലയളവിൽ തമ്പിദുരൈ ഉണ്ടായിരുന്നു. ആ സമയത്ത് പരീക്ഷകളൊക്കെ ചോദിച്ചിട്ടുണ്ട് ആരാണ് നിലവിലെ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള നമ്മുടെ നിലവിലെ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല. 2019 തൊട്ടിട്ട് വേക്കൻ്റ് ആയിട്ടാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കിടക്കുന്നത്. ഓക്കെ, എന്തായാലും ഓർത്ത് വെക്കണം, നിലവിൽ നമ്മുടെ ലോക്സഭ സ്പീക്കർ എന്ന് പറയുന്നത് ഓം ബിർളയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വാക്കൻറ്റുമാണ്. അടുത്ത ചോദ്യം എന്താണ്? ഓൺ വിച്ച് ഡേ ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ ഇൻ ഇന്ത്യ? എന്താണ് കാര്യം? ഇന്ത്യയിൽ എല്ലാ വർഷവും നമ്മുടെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. നവംബർ 26-ാം തീയതിയാണല്ലേ. നവംബർ 26-ാം തീയതിയാണ് നമ്മുടെ ഭരണഘടനാ ദിനം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ആചരിക്കുന്നത്? കാരണം 1949 നവംബർ 26-ാം തീയതിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നവംബർ 26-ാം തീയതി നമ്മൾ എല്ലാ വർഷവും നമ്മുടെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ തന്നെ നവംബർ 26, 1949 എന്ന് പറയുന്ന ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ഭരണഘടനയിൽ പരാമർശിക്കുന്ന ഏക ദിനം കൂടിയാണ് 1949 നവംബർ 26, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ദിനം. അതൊക്കെ കൊണ്ട് തന്നെയാണ് നവംബർ 26-ാം തീയതി എല്ലാ വർഷവും നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടന ഒഫീഷ്യലായിട്ട് നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അതുകൂടെ ജസ്റ്റ് ഒരു അഡീഷണൽ ഫാക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത കറണ്ട് അഫെയർ എന്താണ്? അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് എ പ്രൊവിഷൻ ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലെജിസ്ലേച്ചറി സ്റ്റേറ്റ്സ്? എന്താണ് ചോദിച്ചത്? അതായത് നമ്മുടെ സംസ്ഥാനങ്ങളിലെ നിയമസഭകളുണ്ടല്ലോ, സംസ്ഥാനങ്ങളിലെ നിയമസഭകളുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത് എന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 168 ആണ്. ആർട്ടിക്കിൾ 168 പ്രകാരമാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടല്ലേ, നിയമസഭകളുണ്ട്. അതുപോലെ ചില സംസ്ഥാനങ്ങൾക്ക് കൗൺസിൽസും ഉണ്ട്. അതായത് 2 സിസ്റ്റമുണ്ട്, ഒന്ന് അസംബ്ലിയും ഒന്ന് കൗൺസിലും. അതൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 168. പ്രധാനമായിട്ട് ആർട്ടിക്കിൾ 168 പറയുന്നത് ഏതൊരു സംസ്ഥാനത്തിനും ഗവർണർ അടങ്ങിയ ഒരു നിയമ സംവിധാനം വേണമെന്നാണ് പറയുന്നത്. ചില സംസ്ഥാനങ്ങൾക്ക് 2 നിയമ സംവിധാനമുണ്ട്, അസംബ്ലിയും ഉണ്ട് കൗൺസിലും ഉണ്ട്. എന്തായാലും ഓർത്ത് വയ്ക്കുക, ആർട്ടിക്കിൾ 168 പ്രകാരമാണ് ഇന്ത്യ ഹാസ് എ പ്രൊവിഷൻ ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലെജിസ്ലേച്ചറി സ്റ്റേറ്റ്സ്. അതായത് നമ്മുടെ സംസ്ഥാനങ്ങളിലെ നിയമ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 168. ചില സംസ്ഥാനങ്ങൾക്ക് കൗൺസിലുണ്ട്. നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളാണെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. മറ്റ് ചില സംസ്ഥാനങ്ങൾക്ക് അസംബ്ലിയും അതുപോലെ തന്നെ കൗൺസിലും ഉണ്ട്. ആ ഫാക്റ്റൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്യേണ്ടത്. എന്തായാലും ഇവിടെ ഒന്ന് ഓർത്ത് വയ്ക്കുക, ആർട്ടിക്കിൾ 168 പ്രകാരമാണ് സംസ്ഥാനങ്ങളിലെ നിയമ സംവിധാനങ്ങൾ പരാമർശിക്കുന്നത്. 4ാമത്തെ ചോദ്യം എന്താണ്? വെൻ വാസ് ദ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇലക്ഷൻ ഹെൽഡ് ഇൻ ഇന്ത്യ? എന്താണ് ചോദ്യം? ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇലക്ഷൻ എന്നായിരുന്നു എന്നാണ് ചോദ്യം.
1946 നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ 1930 കാലഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളതാണല്ലേ. 1934 എം.എൻ. റോയ് ആദ്യമായിട്ട് ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്ന രീതിയിൽ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. അത് പിന്നീട് ഏറ്റെടുത്തിട്ട് 1935 കോൺഗ്രസ് ഒഫീഷ്യലായിട്ട് ഡിമാൻഡ് നടത്തി. അങ്ങനെ 1940 ഓഗസ്റ്റ് ഓഫർ ഇത് ആക്സെപ്റ്റ് ചെയ്തു. നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്നുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്യുകയും അതിനുശേഷം 1946 ഫോം ചെയ്ത ക്യാബിനറ്റ് മിഷൻ്റെ അണ്ടറിലാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 1946 നമ്മുടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇലക്ഷനും നടന്നു. ഓക്കെ, നമ്മുടെ ഉത്തരമായല്ലേ. എന്തായിരുന്നു ചോദ്യം? വെൻ വാസ് ദ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇലക്ഷൻ ഹെൽഡ് ഇൻ ഇന്ത്യ എന്നാണ്? 1946 ഇത് പറയാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഫാക്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ. 1934 എം.എൻ. റോയ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നൊരു കാര്യം നമുക്ക് വേണം, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്ന് പ്രപ്പോസ് ചെയ്തു. അത് 1935 കോൺഗ്രസ് ഒഫീഷ്യലായിട്ട് ഡിമാൻഡ് ചെയ്തു. അതിനുശേഷം 1940 ഓഗസ്റ്റ് ഓഫർ പ്രകാരം അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും അത് ബ്രിട്ടീഷർ ആക്സെപ്റ്റ് ചെയ്യുകയും അതിനുശേഷം 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനിൻ്റെ അണ്ടറിൽ ക്യാബിനറ്റ് മിഷൻ്റെ അണ്ടറിൽ പുതിയ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്ത് അതിലേക്ക് വേണ്ട ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഇലക്ഷനും നടത്തി. ഓക്കെ, ഓർത്ത് വെക്കണം. വെൻ വാസ് ദ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇലക്ഷൻ ഹെൽഡ് ഇൻ ഇന്ത്യ എന്നാണ്? 1946. അടുത്ത ചോദ്യം എന്താണ്? ഇൻ വിച്ച് ഇയർ ഡിഡ് മോട്ടിലാൽ നെഹ്റു ആൻഡ് 8 അതർ കോൺഗ്രസ് ലീഡേഴ്സ് ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ? എന്താണ് കാര്യം? ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള മോട്ടിലാൽ നെഹ്റുവും അതുപോലെ അദ്ദേഹത്തിൻ്റെ കീഴിൽ 8 മെമ്പേഴ്സും ചേർന്നിട്ട് നടത്തിയ ശ്രമം ഏത് വർഷമായിരുന്നു എന്നാണ് ചോദ്യം. 1928. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകില്ല, മറ്റൊരു പേരിൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. അതായത് നെഹ്റു റിപ്പോർട്ട് ഏത് വർഷമായിരുന്നു? ഏത് വർഷമാണ്? 1928. ഈ നെഹ്റു റിപ്പോർട്ട് തന്നെയായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ഇന്ത്യക്കാരുടെ ആദ്യത്തെ മേജർ അറ്റംപ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു നെഹ്റു റിപ്പോർട്ട് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ഇന്ത്യക്കാരുടെ ആദ്യത്തെ മേജർ അറ്റംപ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ഈ ഒരു നെഹ്റു റിപ്പോർട്ടിൻ്റെ ചെയർമാനായിട്ട് വന്നത് മോട്ടിലാൽ നെഹ്റുവും അതുപോലെ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ മകനുമാണ്. അങ്ങനെ മൊത്തം മോട്ടിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റു ഒക്കെ അടക്കം 9 മെമ്പേഴ്സായിരുന്നു ഈ ഒരു നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഈ റിപ്പോർട്ട് 1928 ലക്നൗ സെഷനിലെ ഓൾ പാർട്ടീസ് കോൺഫറൻസിൽ സബ്മിറ്റും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓർത്ത് വെക്കണം, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ആദ്യത്തെ മേജർ അറ്റംപ്റ്റ് 1928 നടന്നത് മോട്ടിലാൽ നെഹ്റുവിൻ്റെ ചെയർമാൻഷിപ്പിൽ. ആ ഒരു ഫാക്റ്റ് എന്തായാലും ഓർത്ത് വെക്കണം. ഓക്കെ, എന്തൊക്കെയായിരുന്നു ആദ്യത്തെ 5 ചോദ്യങ്ങൾ? ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു പോവാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മെൻഷൻ ദാറ്റ് ദ ലോക്സഭ മസ്റ്റ് ഹാവ് എ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ? ഏതാണ്? ആർട്ടിക്കിൾ 93 ആണല്ലേ. ആർട്ടിക്കിൾ 93 പ്രകാരമാണ് നമ്മുടെ ലോക്സഭയിലൊരു സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും വേണം എന്ന കാര്യം പറഞ്ഞുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഓൺ വിച്ച് ഡേ ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ ഇൻ ഇന്ത്യ എന്നാണ്? നവംബർ 26 ആ ഒരു ഫാക്റ്റും ഓർത്ത് വയ്ക്കുക. മൂന്നാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് എ പ്രൊവിഷൻ ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലെജിസ്ലേച്ചർ ഇൻ സ്റ്റേറ്റ്സ്? സംസ്ഥാനങ്ങളുടെ നിയമ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 168. അതിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിലും ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് ഓർത്ത് വയ്ക്കണം. നാലാമത്തെ ചോദ്യം എന്തായിരുന്നു? വെൻ വാസ് ദ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇലക്ഷൻ ഹെൽഡ് ഇൻ ഇന്ത്യ എന്നായിരുന്നു? 1946 ആ വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ഒരു കഥ പോലെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതും ഓർത്ത് വയ്ക്കുക. അഞ്ചാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇൻ വിച്ച് ഇയർ ഡിഡ് മോട്ടിലാൽ നെഹ്റു ആൻഡ് 8 അതർ കോൺഗ്രസ് ലീഡേഴ്സ് ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ? എന്താണ് കാര്യം? നമ്മുടെ നെഹ്റു റിപ്പോർട്ടാണല്ലേ. ഏത് വർഷമായിരുന്നു? 1928. ആ ഫാക്റ്റ് കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം എന്താണ്? രാംനാഥ് കോവിന്ദ് അസ്യൂംഡ് ഓഫീസ് ആസ് ദ ഡാഷ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ 25 ജൂലൈ 2017. എന്താണ് ചോദ്യം? നമ്മുടെ നിലവിലെ ഇന്ത്യൻ പ്രസിഡന്റാണ് രാംനാഥ് കോവിന്ദ്. അദ്ദേഹം 2017 ജൂലൈ 25 ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് അധികാരം ഏൽക്കുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ 14ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു രാംനാഥ് കോവിന്ദ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സ് എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു എന്ന രീതിയിലൊക്കെ പരീക്ഷകളിൽ വന്നിട്ടുണ്ട് എന്ന് കണ്ടല്ലോ. അതൊക്കെ ചോദിക്കാറുണ്ട്, ഓർത്ത് വെക്കണം. രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ 14ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. ആ ഫാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഇനി രാംനാഥ് കോവിന്ദിനെ പറ്റി പറയുകയാണെങ്കിൽ രാംനാഥ് കോവിന്ദ് ഒരു ഉത്തർപ്രദേശുകാരനാണ്. ഇതുപോലെ തന്നെ മുന്നേ നമ്മുടെ പ്രസിഡൻ്റ് ഒക്കെ സ്വദേശങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശുകാരനാണ് രാംനാഥ് കോവിന്ദ്. 2017 ഇന്ത്യയുടെ 14ാമത്തെ പ്രസിഡൻ്റായിട്ട്
അദ്ദേഹം അധികാരമേൽക്കുന്നതിന് മുൻപ് ബീഹാർ ഗവർണറൊക്കെ ആയിട്ട് അദ്ദേഹം തൻ്റെ പദവി ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഓർത്ത് വെക്കണം, 2017 ഇന്ത്യയുടെ 14ാമത്തെ പ്രസിഡന്റ് ആവുന്നതിന് മുന്നേ ബീഹാറിൻ്റെ ഗവർണറൊക്കെ ആയിരുന്നു രാംനാഥ് കോവിന്ദ്. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് വാസ് ഇൻസേർട്ടഡ് ഇൻ ദ പ്രിയാമ്പിൾ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ 42nd അമെൻമെൻറ്റ് ആക്ട് 1976? എന്താണ് കാര്യം? നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന അമെൻമെൻ്റ് ആണല്ലേ 42ാമത്തെ അമെൻമെൻറ്റ്. ആ ഒരു അമെൻമെൻറ്റ് ആക്ട് പ്രകാരം പ്രധാനമായിട്ട് 3 വേർഡ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ വേർഡ്സ് ഞാൻ എന്തായാലും പറയാം. ഈ പരീക്ഷയ്ക്ക് വന്ന ഉത്തരം സോഷ്യലിസ്റ്റ് എന്നായിരുന്നു. ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് സോഷ്യലിസ്റ്റ് എന്നായിരുന്നു. അതുമാത്രമല്ല മറ്റ് 2 വേർഡ്സ് കൂടെ ഉണ്ട്. അതായത് അതുവരെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു 42ാമത്തെ അമെൻമെൻറ്റ് ഭേദഗതി വരുന്നതിന് മുന്നേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സോവറിൻ ഡെമോക്രറ്റിക് റിപ്പബ്ലിക് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നീട് മാറ്റം വന്നിട്ട് സോവറിൻ സോഷ്യൽ സെക്കുലർ ഡെമോക്രറ്റിക് റിപ്പബ്ലിക് എന്നായി മാറിയിട്ടുണ്ട്. അതാണ് 42ാമത്തെ അമെൻമെൻറ്റിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം. അതായത് സോവറിൻ ഡെമോക്രറ്റിക് റിപ്പബ്ലിക് എന്നുള്ള ആ ഒരു ടൈറ്റിൽ മാറിയിട്ട് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ എന്നുകൂടെ ആഡ് ചെയ്തിട്ട് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് വന്നുമല്ല. അപ്പോൾ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായി മാറിയിട്ടുണ്ട്. അതുപോലെ യൂണിറ്റി ഓഫ് ദ നേഷൻ എന്ന ആ ഒരു ടേം മാറിയിട്ട് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്നും ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ വേർഡ്സ് ആണ് നമ്മുടെ 42ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം ആഡ് ചെയ്തിട്ടുള്ളത്? സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇൻറ്റഗ്രിറ്റി, 3 വേർഡ്സ് ആണല്ലേ. അതിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് സോഷ്യലിസ്റ്റ് എന്നാണ്. അതുമാത്രമല്ല സെക്കുലർ, ഇൻറ്റഗ്രിറ്റി, ഈ 2 വേർഡ്സ് കൂടെ ടോട്ടൽ 3 വേർഡ്സ് സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇൻറ്റഗ്രിറ്റി, ഇങ്ങനെ 3 വേർഡ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് 42ാമത്തെ ഭേദഗതി പ്രകാരം 1976 ആഡ് ചെയ്തത് ഓർത്തു വയ്ക്കണം. എന്തൊക്കെയായിരുന്നു അതിന് മുന്നേ? 1976 ഈ ഭേദഗതിക്ക് മുന്നേ ഉണ്ടായിരുന്ന കാര്യം, അതിനുശേഷം വന്നുള്ള മാറ്റവും നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാം. സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ ഒരു വേർഡ് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നും, അതുപോലെ യൂണിറ്റി ഓഫ് ദ നേഷൻ എന്നത് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്നുമായി മാറിയിട്ടുണ്ട്. ആ ഒരു ഫാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്തു വയ്ക്കണം. 8ാമത്തെ ചോദ്യം എന്താണ്? Which of the following articles of the Constitution of India was invoked by the Kerala government to file a petition against the Citizenship Amendment Act in the Supreme Court on 14th January 2020? എന്താണ് കാര്യം? 2020 തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അല്ലേ. അതായത് CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. ഈ ഒരു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരുപാട് പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതിനെതിരായിട്ട് ആദ്യമായിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയ സംസ്ഥാനമായിരുന്നു കേരളം. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം, ആ റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോർട്ടിനെ നമ്മുടെ കേരളം സമീപിച്ചിട്ടുണ്ട്. അത് ഏതൊരു ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ആർട്ടിക്കിൾ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കേരള ഗവൺമെൻറ് സുപ്രീം കോർട്ടിനെ സമീപിച്ചത് എന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 131. അതായത് ആർട്ടിക്കിൾ 131 സുപ്രീം കോടതിൻ്റെ ഒറിജിനൽ ജുറിസ്ഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ സുപ്രീം കോടതിയിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ലോവർ കോർട്ട് പോകും, അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് പോയി ഹൈക്കോർട്ട്, അവിടെ നിന്നൊന്നും നമുക്ക് വേണ്ട നീതി ലഭിച്ചില്ലെങ്കിൽ അവസാനമാണ് നമ്മൾ സുപ്രീം കോടതിയിൽ എത്തുന്നതല്ലേ. എന്നാൽ ചില കാര്യങ്ങൾ, അതായത് നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ ചില കാര്യങ്ങളിൽ ഡിസ്പ്യൂട്ട് വരുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് സുപ്രീം കോടതിനെ സമീപിക്കാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡിസ്പ്യൂട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ 131 ഇൻവോക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ കേരള സർക്കാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 131 പ്രകാരം സുപ്രീം കോടതിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ആ ഒരു പെറ്റീഷനും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തത്. ഇതിലൂടെ നമുക്ക് മറ്റ് ലോവർ കോർട്ടിലൊന്നും പോകാതെ ഡയറക്റ്റ് സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടാണ് ആർട്ടിക്കിൾ 14 അതുപോലെ ആർട്ടിക്കിൾ 21 ലംഘനം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് നമ്മുടെ കേരള ഗവൺമെൻറ് എതിർത്തത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ആദ്യമായിട്ട് CAA അതായത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെതിരായിട്ട് ഒരു പ്രമേയം പാസ്സാക്കിയ റെസൊല്യൂഷൻ പാസ്സാക്കിയ ഗവൺമെൻറ് കൂടിയായിരുന്നു നമ്മുടെ കേരള ഗവൺമെൻറ്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഈ 131 ആർട്ടിക്കിൾ 131 ഇതിനു മുന്നേയും മറ്റ് സംസ്ഥാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 2011 മധ്യപ്രദേശും ഇതുപോലെ തന്നെ ഈ ഒരു പവർ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ ഉത്തരം വരുന്നത് ആർട്ടിക്കിൾ 131. അതായത് സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ, ഡയറക്റ്റ് സുപ്രീം കോടതിയിലേക്ക് ഗവൺമെൻറ് പോകാൻ പറ്റിയിട്ടുണ്ട്. സ്റ്റേറ്റും യൂണിയൻ അല്ലെങ്കിൽ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ആർട്ടിക്കിൾ 131 ഉപയോഗിച്ചിട്ട് സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു ഫാക്റ്റ് നമ്മൾ എന്തായാലും ഓർത്തു വെക്കണം. 9ാമത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ക്യാൻ ബി നോമിനേറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? എന്താണ് ചോദ്യം? എത്ര മെമ്പേഴ്സിന് പ്രസിഡന്റിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും?
എത്രയാണ്? 12 മെമ്പേഴ്സ് ആണല്ലേ. നമുക്കറിയുന്ന ഫാക്റ്റാണ്, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ 250 മെമ്പേഴ്സാണ് നമ്മുടെ രാജ്യസഭയിലുള്ളത്. അതിൽ 238 മെമ്പേഴ്സ് സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. അതിനുശേഷം 12 ബാക്കിയുണ്ടല്ലേ. ആ 12 മെമ്പേഴ്സ് നമ്മുടെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നതാണ്. വെറുതെ നോമിനേറ്റ് ചെയ്യുന്നല്ല, സ്പെഷ്യൽ നോളേജ് ഓർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ്, സോഷ്യൽ സർവീസ്, ഈ 4 കാറ്റഗറിയിലെ സ്പെഷ്യൽ നോളേജ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നമ്മളെ പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കർ, കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി, അങ്ങനെ ഒരുപാട് പേരെ പ്രസിഡന്റ് ഇതിനു മുന്നേ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ്, സോഷ്യൽ സർവീസ്, ഈ 4 കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നോമിനേഷൻ വരുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 250 മെമ്പേഴ്സാണ് ടോട്ടൽ രാജ്യസഭയിലുള്ളത്. 238 സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറിയിൽ നിന്നാണെങ്കിൽ അതിൽ 12 പേര് പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 10ാമത്തെ ചോദ്യം എന്താണ്? ആസ് ഓഫ് ജനുവരി 2020 ഹൂ അമംഗ് ദ ഫോളോയിങ് ഇസ് ദ ചെയർമാൻ ഓഫ് UPSC? എന്താണ് ചോദ്യം? നമ്മുടെ UPSC ചെയർമാനാണല്ലേ. കൃത്യമായിട്ട് ആ ഒരു വർഷം ഡേറ്റൊക്കെ, മാസവും ഡേറ്റൊക്കെ തന്നിട്ടുണ്ട്. അതായത് 2020 ജനുവരിയിലെ കണക്ക് പ്രകാരം ആരായിരുന്നു UPSC ചെയർമാൻ എന്നാണ് ചോദ്യം. അന്ന് അരവിന്ദ് സക്സേനയായിരുന്നു ആ ഒരു സമയത്ത് നമ്മുടെ UPSC ചെയർമാൻ. എന്നാൽ 2021 മെയ് മാസം നമ്മൾ ഈ ഒരു ഫാക്റ്റ് പറയുമ്പോൾ പ്രദീപ് കുമാർ ജോഷി അല്ലെങ്കിൽ PK ജോഷിയാണ് നമ്മുടെ നിലവിലെ UPSC ചെയർമാൻ. ആ ഫാക്റ്റ് കൂടെ ഓർത്ത് വെക്കണം. UPSC മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 316 പ്രകാരമാണ്. അതുപോലെ UPSCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ആർട്ടിക്കിൾ 315 ആണ്. രണ്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മുടെ UPSC മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ഒക്കെ പ്രസിഡന്റ് തന്നെയാണ്. 3 ഫാക്റ്റ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ച ചോദ്യം 2020 ജനുവരി മാസത്തിലെ UPSC ചെയർമാൻ ആരായിരുന്നു എന്നാണ്. അത് അരവിന്ദ് സക്സേനയാണ്. അത് മാറിയിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. നിലവിൽ PK ജോഷി, പ്രദീപ് കുമാർ ജോഷിയാണ് നിലവിലെ നമ്മുടെ UPSC ചെയർമാൻ. ആർട്ടിക്കിൾ 315 പ്രകാരമാണ് UPSCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. ആർട്ടിക്കിൾ 316 അതിൻ്റെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. പ്രസിഡന്റാണ് UPSC മെമ്പേഴ്സിനെ അപ്പോയിന്റും അതുപോലെ റിമൂവും ഒക്കെ ചെയ്യുന്നത്. ആ ഫാക്റ്റ് കൂടെ നമ്മളൊന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, ജസ്റ്റ് നമുക്ക് ചോദ്യോത്തരം ഒന്നുകൂടെ പരിശോധിക്കാം. 6ാമത്തെ ചോദ്യം, രാംനാഥ് കോവിന്ദ് അസ്യൂംഡ് ഓഫീസ് ആസ് എ ഡാഷ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ 25th July 2017. ഇന്ത്യയുടെ 14ാമത്തെ പ്രസിഡന്റായിട്ടായിരുന്നു 2017 രാംനാഥ് കോവിന്ദ് അപ്പോയിന്റഡ് ആയതല്ലേ. ഉത്തർപ്രദേശുകാരനാണ്. ഇതിനു മുന്നേ ബീഹാറിൻ്റെ ഗവർണറൊക്കെ ആയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. 7ാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് was inserted in the preamble by the Constitution 42nd Amendment Act 1976? ഏതാണ്? സോഷ്യലിസ്റ്റ് ആണല്ലേ. സോഷ്യലിസ്റ്റ് മാത്രമല്ല, 3 വേർഡ്സ് ഉണ്ട്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി. ഈ 3 വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഏത് വേർഡാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്തവണ 2019 പരീക്ഷയ്ക്ക് സോഷ്യലിസ്റ്റ് ആണെങ്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇൻറ്റഗ്രിറ്റിയോ അല്ലെങ്കിൽ സെക്യുലറോ ഏത് വേണമെങ്കിലും തന്നിട്ട് നമ്മളോട് ചോദ്യം വരാം. അല്ലെങ്കിൽ ഈ 3 തന്നിട്ട് ഇതിൽ പെടാത്തത് ഏത്, ആഡ് ചെയ്യപ്പെടാത്തത് ഏത് എന്ന രീതിയിലും ചോദിക്കാം. അതൊക്കെ പ്രതീക്ഷിച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ ഓർക്കുക. ഓക്കെ, 8ാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഇൻവോക്ഡ് ബൈ കേരള ഗവൺമെന്റ് ടു ഫയൽ പെറ്റീഷൻ അഗെയിൻസ്റ്റ് ദ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഇൻ ദ സുപ്രീം കോർട്ട് ഓൺ 14th January 2020? ഏതാണ്? ആർട്ടിക്കിൾ 131 ആണല്ലേ. അതായത് സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ. ഏതെങ്കിലും സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളും യൂണിയൻ ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടൊക്കെ വരുന്ന സമയത്താണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ടാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെതിരായിട്ട് കേരള ഗവൺമെൻറ് പ്രതിഷേധിച്ചത്. അതിനെതിരായിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം എന്ന പ്രത്യേകത കൂടെ കേരളത്തിന് ഉണ്ട്. ഓക്കെ, 9ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഹൗ മെനി മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ ക്യാൻ ബി നോമിനേറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? എത്രയാണ്? 12 മെമ്പേഴ്സ് ആണല്ലേ. അതായത് ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ്, സോഷ്യൽ സർവീസ്, ഇതിൽ സ്പെഷ്യൽ നോളേജോ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോ ഉള്ള 12 മെമ്പേഴ്സിനാണ് രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത്. മറ്റ് 238 മെമ്പേഴ്സ് സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ്. 10ാമത്തെ ചോദ്യം എന്തായിരുന്നു? ആസ് ഓഫ് ജനുവരി 2020 ഹൂ അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ചെയർമാൻ ഓഫ് UPSC? ആരാണ്? അരവിന്ദ് സക്സേനയാണല്ലേ. എന്നാൽ നിലവിൽ 2021 മെയ് മാസം ആയപ്പോൾ നമ്മുടെ ഫാക്റ്റൊക്കെ മാറിയിട്ടുണ്ട്. പ്രദീപ് കുമാർ ജോഷി അല്ലെങ്കിൽ PK ജോഷിയാണ് നിലവിലെ UPSC ചെയർമാൻ. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ഏതാണ്? ആർട്ടിക്കിൾ 32 ആണല്ലേ. നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെടുന്നു എന്ന അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് സുപ്രീം കോടതിയൊക്കെ സമീപിക്കാൻ പറ്റും.
ആ ഒരു ആർട്ടിക്കിൾ പറയുന്നത് ആർട്ടിക്കിൾ 32 അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ ഓർത്ത് വയ്ക്കുക, ആർട്ടിക്കിൾ 32 നമുക്ക് സുപ്രീം കോടതിയിലൊക്കെ റിട്ട് ഫയൽ ചെയ്യാനൊക്കെ പറ്റും ആർട്ടിക്കിൾ 32 പ്രകാരം. 12ാമത്തെ ചോദ്യം എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വാസ് എനാക്റ്റഡ് ബൈ പാർലമെൻറ്റ് അണ്ടർ ഡാഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 2016 ഓൺ 8 സെപ്റ്റംബർ 2016. എന്താണ് ചോദ്യം? നമ്മുടെ GST അല്ലേ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. നമ്മുടെ 101ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് GST എന്ന് പറയുന്ന നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നിലവിൽ വരുന്നത്. ഓക്കെ, GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ആ ഒരു GST ബില്ല് പാസ്സാക്കിയതും പ്രസിഡന്റ് സൈൻ ചെയ്തത് വരെയുള്ള ആ ഒരു ഡേറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. 101ാമത്തെ അമെൻമെൻറ്റ് ആക്റ്റായിട്ടാണ് വന്നത് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. GST ബില്ല് രാജ്യസഭയിൽ പാസ്സാകുന്നത് 2016 ഓഗസ്റ്റ് 3 അതിനുശേഷം 5 ദിവസം കഴിഞ്ഞപ്പോൾ ലോക്സഭയിലും പാസ്സായി. 2016 ഓഗസ്റ്റ് 8 ലോക്സഭയിലും, അതിനുശേഷം കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ 2016 സെപ്റ്റംബർ 8 അത് പ്രസിഡന്റ് സൈൻ ചെയ്തു. അങ്ങനെ ഒരു ബില്ല് പ്രസിഡന്റ് സൈൻ ചെയ്ത അതൊരു ആക്റ്റായിട്ട് മാറുമല്ലേ. അങ്ങനെ 101ാമത്തെ അമെൻമെൻറ്റ് ആക്റ്റായിട്ട് നമ്മുടെ GST ബില്ലൊക്കെ പാസ്സായി വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വാസ് എനാക്റ്റഡ് ബൈ പാർലമെൻറ്റ് അണ്ടർ 101st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 2016 ഓൺ 8 സെപ്റ്റംബർ 2016. അത് പ്രസിഡന്റ് ഒപ്പുവെച്ച ഡേറ്റ് ആണല്ലേ. ആ ഒരു ഡേറ്റ് കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം എന്താണ്? ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ 91st അമെൻമെൻറ്റ് ആക്ട് 2003 the total number of ministers including the chief minister in the council of ministers in a state cannot exceed dash of the total number of members of the legislative assembly of that state. എന്താണ് കാര്യം? നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ റീസെൻ്റ് ആയിട്ട് നിയമസഭ ഇലക്ഷൻ നടന്നിട്ടുണ്ടല്ലേ. ആ ഒരു നിയമസഭ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സിമ്പിളായിട്ടൊരു റാൻഡം ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാണ്. അതായത് നിയമസഭ ഇലക്ഷനിൽ 100 സീറ്റ്സ് ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. നിയമസഭ ഇലക്ഷനിൽ 100 സീറ്റ്സ്, ആ 100 സീറ്റ്സിലേക്കുള്ള ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ മന്ത്രിസഭ വരുമല്ലേ, ഭൂരിപക്ഷം നേടുന്ന ആ ഒരു പാർട്ടി മന്ത്രിസഭ ഫോം ചെയ്യും. മന്ത്രിസഭ ഫോം ചെയ്യുന്ന സമയത്ത് അതിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വരുമല്ലോ. പുതിയ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, നമ്മുടെ കേരളത്തിൻ്റെ പുതിയ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വന്നിട്ടില്ല, ഇനി വരാൻ പോകുന്നില്ല, മെയ് 20 വരാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വരുന്ന സമയത്ത് ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ എണ്ണം ടോട്ടൽ എത്രയാണോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള മെമ്പേഴ്സ് അതിൻ്റെ 15% കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എടുത്ത റാൻഡം എക്സാമ്പിളിൽ 100 മെമ്പേഴ്സാണുള്ളത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 100 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് 15 മെമ്പേഴ്സ് കൂടുതൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പാടില്ല, ഇൻക്ലൂഡിങ് ചീഫ് മിനിസ്റ്റർ. മനസ്സിലായല്ലോ? 100 മെമ്പേഴ്സുള്ള, സപ്പോസ് 100 മെമ്പേഴ്സുള്ള ഒരു അസംബ്ലിയിൽ 15 മെമ്പേഴ്സിലധികം പുതിയ മന്ത്രിസഭ ഫോം ചെയ്യുമ്പോൾ അതിൽ മന്ത്രിമാർ പാടില്ല. 15 മന്ത്രിമാരിൽ അടക്കം പാടില്ല, ഇൻക്ലൂഡിങ് ചീഫ് മിനിസ്റ്റർ. ഓക്കെ, ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ 91st അമെൻമെൻറ്റ് ആക്ട് 2003 the total number of ministers including chief minister of fact ഓർത്ത് വയ്ക്കണം, including chief minister, the council of ministers in state cannot exceed 15%, 15% ആവാൻ പാടില്ല, of the total number of ministers of the legislative assembly of that state. ആ ഒരു സ്റ്റേറ്റിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ, നമ്മൾ എടുത്ത റാൻഡം എക്സാമ്പിളിൽ 100 മെമ്പേഴ്സാണുള്ളത്. അങ്ങനെയാണെങ്കിൽ പുതിയ മന്ത്രിസഭ ഫോം ചെയ്യുമ്പോൾ അതിൽ മുഖ്യമന്ത്രി അടക്കം 15 മെമ്പേഴ്സിലധികം പാടില്ല. ആ ഒരു ഫാക്റ്റ് മാത്രമേ ഇവിടെ പറയുള്ളൂ. വലിയ ചോദ്യമാണെങ്കിലും ചെറിയ ഉത്തരമാണ്. 14ാമത്തെ ചോദ്യം എന്താണ്? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സബ്മിറ്റ് ഈസ് റെസിഗ്നേഷൻ ടു. എന്താണ് ചോദ്യം? നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആർക്കാണ് അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നാണല്ലേ. നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റാണ്. അതുപോലെ വൈസ് പ്രസിഡന്റ് തിരിച്ച് പ്രസിഡന്റും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലേ. ആ രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. നമ്മുടെ വൈസ് പ്രസിഡന്റാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തൻ്റെ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ വൈസ് പ്രസിഡന്റും. ആ ഒരു ഫാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി വൈസ് പ്രസിഡന്റിനെ പറ്റിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഫാക്റ്റ് പറയുകയാണെങ്കിൽ, വൈസ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഫോർമൽ ഇംപീച്ച്മെൻറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്നില്ല. നമ്മുടെ പ്രസിഡന്റ് പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യാമെന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. അതുപോലെ വൈസ് പ്രസിഡന്റിന് ഒരു ഫോർമൽ ഇംപീച്ച്മെൻറ്റ് ക്രൈറ്റീരിയ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. ആ ഒരു ഫാക്റ്റ് ജസ്റ്റ് ഇവിടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. 15ാമത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി വുമൺ കാൻഡിഡേറ്റ്സ് വെർ എലക്റ്റഡ് ടു 17th ലോക്സഭ. 17th ലോക്സഭ എന്ന് പറയുന്നത് നമ്മുടെ നിലവിലെ ലോക്സഭയാണ്. അതിൽ എത്ര വുമൺ MPs, വുമൺ മെമ്പേഴ്സ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് ചോദ്യം. 78 വുമൺ മെമ്പേഴ്സാണ് നമ്മുടെ നിലവിലെ ലോക്സഭയിൽ വന്നിട്ടുള്ളത്. അതായത് ഏതാണ്ട് 14% വുമൺസിൻ്റെ പ്രാതിനിധ്യം
ഈ ഒരു ലോക്സഭയിൽ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന 16ാമത്തെ ലോക്സഭയിൽ 62 വുമൺ മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. 2019 ജനറൽ ഇലക്ഷൻ നടന്ന് അങ്ങനെ 78 മെമ്പേഴ്സ്, നിയർലി 14% വുമൺ പാർട്ടിസിപ്പേഷനാണ് വന്നുള്ളത് ഈ ഒരു ലോക്സഭയിൽ. അതൊക്കെ പരീക്ഷയിൽ വന്നിട്ടുണ്ട്, എന്തായാലും ഓർത്ത് വെക്കണം. അതുപോലെ മറ്റൊരു ഫാക്റ്റാണ്, ഈ ഒരു ലോക്സഭയിലുള്ള യങ്ങസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് ചന്ദ്രാണി മുർമു ആണ്. ആ ഫാക്റ്റ് കൂടെ ജസ്റ്റ് നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, എന്തൊക്കെയായിരുന്നു ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 32 ആണല്ലേ. അതുപോലെ GSTയുമായിട്ട് ബന്ധപ്പെട്ട അമെൻമെൻറ്റ്, ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് GST നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. 101ാമത്തെ അമെൻമെൻറ്റ് ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞ as per the Constitution 91st Amendment Act 2003, the total number of ministers, including the Chief Minister in the Council of Ministers in a state, cannot exceed 15% of the total number of members of the Legislative Assembly of the state. ഓൾറെഡി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. ഓക്കെ, 14ാമത്തെ ചോദ്യം എന്തായിരുന്നു? ദ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യ സബ്മിറ്റ് ഹിസ് റെസിഗ്നേഷൻ ടു വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റും രണ്ടാളും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലേ. ആ രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക. 15ാമത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി വുമൺ കാൻഡിഡേറ്റ്സ് വർ എലക്റ്റഡ് ടു 17th ലോക്സഭ? നിലവിലെ ലോക്സഭയിൽ 78 വുമൺ മെമ്പേഴ്സാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം എന്താണ്? ആസ് പെർ ആർട്ടിക്കിൾ 80 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, വാട്ട് ക്യാൻ ബി ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ? എന്താണ് ചോദ്യം? രാജ്യസഭയുടെ മാക്സിമം സ്ട്രെങ്ത് ആണല്ലേ. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 12 മെമ്പേഴ്സിനെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാമെന്ന ആ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ടോട്ടൽ 250 മെമ്പേഴ്സാണ് രാജ്യസഭയുള്ള അല്ലേ. അതിൽ 238 മെമ്പേഴ്സ് സ്റ്റേറ്റിൽ നിന്നും യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. 12 മെമ്പേഴ്സിനെ നമ്മുടെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 250 ആണ്. ഇനി ലോക്സഭ നോക്കുകയാണെങ്കിൽ ലോക്സഭയിൽ 552 മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 530 പേര് സ്റ്റേറ്റിൽ നിന്നും 20 പേര് യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും 2 ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ്സ്. അതിപ്പോൾ എടുത്തു മാറ്റിയെന്നൊക്കെ നമ്മുടെ റീസെൻ്റ് ആയിട്ട് ന്യൂസ് കാണാൻ പറ്റും. എന്തായാലും ഓർത്ത് വെക്കുക, 552 ആയിരുന്നു നമ്മുടെ ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത്. 17ാമത്തെ ചോദ്യം എന്താണ്? ആസ് ഓഫ് January 2020, ഹൂ വാസ് ദ ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇൻ ഇന്ത്യ? നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ 2020 ജനുവരി അനുസരിച്ചിട്ട് ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. HL ദത്ത്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പേരാണല്ലേ HL ദത്ത്. നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആര് എന്ന രീതിയിൽ SSC, RRB, PSC ഒക്കെ പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. HL ദത്ത് ആയിരുന്നു. എന്നാൽ 2020 ഡിസംബറിൽ ഇത് ചോദിച്ചിട്ടുള്ളത് 2020 ജനുവരി വരെയുള്ള കണക്കാണ്. 2020 ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ ടെന്യൂർ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫാക്റ്റ് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. ഇനി HL ദത്ത് അല്ല നമ്മുടെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. പുതിയ ഒഫീഷ്യലായിട്ടുള്ള ചെയർപേഴ്സൺ വന്നിട്ടില്ല. നിലവിൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടുള്ളത് ജസ്റ്റിസ് പ്രഫുല്ല ചന്ദ്ര പന്താണ്. അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നിലവിൽ നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടുള്ളത് ജസ്റ്റിസ് പ്രഫുല്ല ചന്ദ്ര പന്താണ്. അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റ് നമ്മളൊന്ന് ഓർത്ത് വയ്ക്കണം. HL ദത്ത് ഓൾറെഡി മാറിയിട്ടുണ്ട് 2020 ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ ടെന്യൂർ അവസാനിച്ച സമയത്ത്. ഓക്കെ, 18ാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ദാറ്റ് ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് പ്രൈം മിനിസ്റ്റർ അറ്റ് ഇറ്റ്സ് ഹെഡ്? എന്താണ് ചോദ്യം? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് നമ്മുടെ ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ ഹെഡായിക്കൊണ്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണം എന്ന് പറയുന്നത് എന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 74 ക്ലോസ് 1 ഓർത്ത് വയ്ക്കണം. ആർട്ടിക്കിൾ 74 ക്ലോസ് 1 പ്രകാരമാണ് നമ്മുടെ ഇന്ത്യക്ക് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് പ്രൈം മിനിസ്റ്റർ ആസ് ഹെഡ് എന്ന് പറയുന്ന സംവിധാനം വരുന്നത്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ദ ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് ദ പ്രൈം മിനിസ്റ്റർ ആസ് ഇറ്റ്സ് ഹെഡ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണം. അതിന് ഹെഡായിട്ട് ആര് വേണം? പ്രൈം മിനിസ്റ്റർ വേണം. പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും നമ്മുടെ പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യാനും വേണം. ഇതാണ് ആ ഒരു ഫാക്റ്റായിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 74 ക്ലോസ് 1 ഇത് പരാമർശിക്കപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ഹൂ വാസ് ദ ലാസ്റ്റ് വൈസ്രോയി ഓഫ് ഇന്ത്യ ഹൂ ഓവർസോ ദ ക്രിയേഷൻ ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ? എന്താണ് ചോദ്യം? നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വരുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ അവസാന കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും വിടവാങ്ങുന്ന അവസാന കാലഘട്ടങ്ങളിൽ ആരായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ വൈസ്രോയി എന്നാണ് ചോദ്യം. സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ലാസ്റ്റ് വൈസ്രോയി, ഇന്ത്യയിലെ ലാസ്റ്റ് ബ്രിട്ടീഷ് വൈസ്രോയി ആര് എന്നാണ് ചോദ്യം. ആരായിരുന്നു? ലോർഡ് മൗണ്ട് ബാറ്റൺ ആണല്ലേ. അതൊക്കെ ഒരുപാട് തവണ പരീക്ഷയിൽ വന്നിട്ടുണ്ട്. ലാസ്റ്റ് വൈസ്രോയി ലോർഡ് മൗണ്ട് ബാറ്റൺ. അത് നമ്മൾ ഒന്ന് വളഞ്ഞു മൂക്ക് പിടിച്ചു എന്ന രീതിയിൽ ചോദ്യം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹൂ വാസ് ദ ലാസ്റ്റ് വൈസ്രോയി ഓഫ് ഇന്ത്യ ഹൂ ഓവർസോ ദ ക്രിയേഷൻ ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ? ഉത്തരം ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ്. 20ാമത്തെ ചോദ്യം എന്താണ്? When was the Indian national song Vande Mataram sung for the first time in a political occasion?
എന്താണ് ചോദ്യം? നമ്മുടെ വന്ദേ മാതരം, നാഷണൽ സോങ് ആയുള്ള വന്ദേ മാതരം ആദ്യമായിട്ടൊരു പൊളിറ്റിക്കൽ ഒക്കേഷനിൽ ആലപിച്ചത് എന്നാണ് ചോദ്യം വന്നത്. അതായത് 1896 കൽക്കത്ത സെഷനിൽ വെച്ചിട്ടായിരുന്നു ആദ്യമായിട്ട് വന്ദേ മാതരം നമ്മുടെ നാഷണൽ സോങ് ആലപിച്ചത്. അന്ന് ആ ഒരു കൽക്കത്ത സെഷനിൽ റഹ്മത്തുള്ള സൈനി ആയിരുന്നു അധ്യക്ഷൻ. എന്തായാലും ഓർത്തു വയ്ക്കുക, 1896 കൽക്കത്ത സെഷനിൽ റഹ്മത്തുള്ള സൈനി അധ്യക്ഷനായ സെഷനിൽ വെച്ചിട്ടായിരുന്നു ആദ്യമായിട്ടൊരു പൊളിറ്റിക്കൽ ഒക്കേഷനിൽ നമ്മുടെ നാഷണൽ സോങ് ആയിട്ടുള്ള വന്ദേ മാതരം ആലപിക്കുന്നത്. അതുപോലെ തന്നെ ജനഗണമന, നമ്മുടെ നാഷണൽ ആന്തമായുള്ള ജനഗണമന 1911 കൽക്കത്ത സെഷനിൽ വെച്ചിട്ടാണ് ആലപിക്കുന്നത്. അന്ന് BN ദാർ ആയിരുന്നു കൽക്കത്ത സെഷൻ്റെ പ്രസിഡന്റ്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കണം. എന്തൊക്കെയായിരുന്നു ചോദ്യം? ആസ് പെർ ദ ആർട്ടിക്കിൾ 80 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാട്ട് ക്യാൻ ബി ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ? എത്രയാണ്? 250. ലോക്സഭയാണെങ്കിൽ 552. ആസ് ഓഫ് ജനുവരി 2020 ഹു വാസ് ദ ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇന്ത്യ? ആരാണ്? ജസ്റ്റിസ് HL ദത്ത്. അദ്ദേഹം മാറി ഡിസംബർ മാസം 2020 ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ടെന്യൂർ അവസാനിച്ചു. ഇപ്പം നിലവിൽ ആക്ടിംഗ് ചെയർപേഴ്സണായിട്ട് ജസ്റ്റിസ് പ്രഫുല്ല ചന്ദ്ര പന്താണുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്സിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ദാറ്റ് ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് ദ പ്രൈം മിനിസ്റ്റർ ആസ് ഇറ്റ്സ് ഹെഡ്? ഏതാണ്? ആർട്ടിക്കിൾ 74 ക്ലോസ് 1 ആണല്ലേ. അതായത് പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ ഹെഡ് ആയിക്കൊണ്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇന്ത്യക്ക് വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 74 ക്ലോസ് 1. 19ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യയുടെ ലാസ്റ്റ് വൈസ്രോയ് അല്ലേ, ആരാണ്? ലോർഡ് മൗണ്ട് ബാറ്റനാണ്. ആദ്യമായിട്ട് എന്നായിരുന്നു നമ്മുടെ വന്ദേ മാതരം ഒരു പൊളിറ്റിക്കൽ ഒക്കേഷനിൽ ആലപിച്ചത്? 1896 INC സെഷൻ. അന്ന് INC സെഷൻ്റെ കൽക്കത്ത സെഷനായിരുന്നു. അതിൻ്റെ അധ്യക്ഷൻ റഹ്മത്തുള്ള സൈനി ആയിരുന്നു. അടുത്ത ചോദ്യം എന്താണ്? ഇൻ വിച്ച് ഇയർ വാസ് എ സെപ്പറേറ്റ് ആന്ധ്ര സ്റ്റേറ്റ് ഫോംഡ് ആഫ്റ്റർ ദ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് ദ ദെൻ മദ്രാസ് പ്രൊവിൻസ്? എന്താണ് ചോദ്യം? ലിംഗ്വിസ്റ്റിക് ബേസിൽ ആദ്യമായിട്ട് ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്തത് എന്നായിരുന്നു ചോദ്യം. 1952 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപം കൊള്ളുന്നത്. അത് ആന്ധ്ര സ്റ്റേറ്റ് ആയിരുന്നു. അന്നുണ്ടായിരുന്ന മദ്രാസ് പ്രൊവിൻസ് വിഭജിച്ചുകൊണ്ടായിരുന്നു. നമുക്കറിയാം, കേട്ടിട്ടുണ്ടാവും, പോറ്റി ശ്രീരാമലുവിൻ്റെ പേരൊക്കെ അല്ലേ. പോറ്റി ശ്രീരാമലൊക്കെ ഇതുപോലെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് ദിവസങ്ങൾ സത്യാഗ്രഹം ഇരുന്നിട്ട് മരണപ്പെട്ടുള്ള ആളാണ്. അതിനൊക്കെ തുറന്നിട്ടാണ് പിന്നീട് ഭാഷാടിസ്ഥാനത്തിൽ 1952 നമ്മുടെ ഇന്ത്യയിൽ ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. എന്തായാലും ഓർത്ത് വയ്ക്കണം, 1952 അതുവരെ ഉണ്ടായിരുന്ന മദ്രാസ് പ്രൊവിൻസ് വിഭജിച്ചുകൊണ്ട് ആന്ധ്ര സംസ്ഥാനമായിട്ട് ഫോം ചെയ്യുന്നത്. അത് പിന്നീട് ആന്ധ്രാപ്രദേശ് 1956 ആന്ധ്രാപ്രദേശായിട്ട് മാറിയിട്ടുണ്ട്. 22ാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ആർട്ടിക്കിൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എംപവേഴ്സ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടു പ്രൊമുൾഗേറ്റ് ഓർഡിനൻസ് വെൻ ദ പാർലമെന്റ് ഇൻ റെസസ്? എന്താണ് ചോദ്യം? പ്രസിഡന്റിന് ഓർഡിനേറ്റ് ഫോം ചെയ്യുക അല്ലെങ്കിൽ പ്രസിഡന്റിന് ഓർഡിനേറ്റ് പുറപ്പെടുവിക്കാൻ പറ്റുന്ന ആർട്ടിക്കിൾ ഏത് എന്നാണ് ചോദ്യം അല്ലേ. ആർട്ടിക്കിൾ 123. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞ ആർട്ടിക്കിൾ 1, 2, 3 ഓർഡറിൽ എന്ന രീതിയിൽ പഠിച്ചാൽ മതിയല്ലേ. ഓർഡിനൻസ് ഓർഡർ 1, 2, 3 1, 2, 3 ആ ഒരു ഓർഡറിൽ പഠിച്ചാൽ മതിയല്ലേ. അതാണ് ഓർഡിനൻസിനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഇനി നമ്മൾ ഓർഡിനൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ചില സമയത്ത് നമ്മുടെ പാർലമെൻറ്റ് 2 ഹൗസും ആക്റ്റീവ് അല്ലാത്ത സമയം ഉണ്ടാവും അല്ലേ. രാജ്യസഭയും ലോക്സഭയും ഇനാക്റ്റീവ് ആയിട്ടുള്ള സമയം ഉണ്ടാവും. ആ ഒരു സമയത്ത് പ്രസിഡന്റിന് ഏതെങ്കിലും ലോ പുറത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡിനൻസ് വഴിയാണ് ആ ഒരു ലോ ആയിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, ഓർത്ത് വയ്ക്കണം, 2 പാർലമെൻറ്റ് 2 ഹൗസും റിസസ് എന്ന് ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു. അതായത് ഒരു സെഷൻ അവസാനിച്ച് അടുത്ത സെഷൻ തുടങ്ങുന്നതിൻ്റെ ഇടയിലുള്ള ആ ഒരു കാലാവധിയാണ് നമ്മൾ റിസസ് എന്ന് പറയുന്നത്. ആ ഒരു കാലാവധിയിൽ പ്രസിഡന്റ് അത്യാവശ്യമായിട്ട് ഏതെങ്കിലും ലോ പുറത്തെടുക്കണമെങ്കിൽ അത് ഓർഡിനൻസ് ആയിട്ടാണ് പുറത്തുവിടുക. അത് പാർലമെൻറ്റ് പിന്നീട് എന്നാണോ ചേരുന്നത് അതിനുശേഷം 6 ആഴ്ചക്കുള്ളിൽ ഈ ഒരു ഓർഡിനൻസ് അംഗീകരിക്കണം എന്ന നിർദ്ദേശം കൂടിയുണ്ട്. അതുപോലെ തന്നെ യൂണിയൻ ക്യാബിനറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 123 ഉപയോഗിക്കാനുള്ള കാരണം നമ്മുടെ 2 ഹൗസും പാർലമെൻറ്റ് ലോക്സഭയും രാജ്യസഭയും റിസസിലായിരിക്കുന്ന സമയം, 2 ഇനാക്റ്റീവ് ആയിരിക്കുന്ന സമയത്താണ് ഏതെങ്കിലും രീതിയിലുള്ള ലോസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓർഡിനൻസ് യൂണിയൻ ക്യാബിനറ്റിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ പ്രസിഡന്റ് പുറത്തിറക്കുന്നത്. പിന്നീട് എന്നാണോ നമ്മുടെ പാർലമെൻറ്റ് ഹൗസ് ചേരുന്നത് അതിന് 6 ആഴ്ചക്കുള്ളിൽ ഈ ഒരു ഓർഡിനൻസ് പാസ്സാക്കിയിരിക്കണം എന്നൊരു നിയമം കൂടിയുണ്ട്. പാർലമെൻറ്റ് വീണ്ടും ചേർന്ന് 6 ആഴ്ചക്കുള്ളിൽ ഓർഡിനൻസ് അംഗീകരിച്ചിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഓർഡിനൻസ് എപ്പോൾ വേണമെങ്കിലും പ്രസിഡന്റ് പിൻവലിക്കാനുള്ള അധികാരമുണ്ട്. ഓർത്ത് വെക്കണം, ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 123. 23ാമത്തെ ചോദ്യം എന്താണ്? ആസ് ഓഫ് 2020 ഫെബ്രുവരി ഗവർണർ ഓഫ് ഗോവ? എന്താണ് ചോദ്യം? ഇതുപോലെ വിവിധ സംസ്ഥാനങ്ങളുടെ ഗവർണേഴ്സ് പലപ്പോഴും പരീക്ഷയിൽ ചോദിക്കാറുണ്ടല്ലേ. ആ രീതിയിൽ 2019, 2020 വർഷങ്ങളിലെ SSC CHSL പരീക്ഷയിലെ ചോദ്യമായിരുന്നു 2020 ഫെബ്രുവരി മാസം അനുസരിച്ചിട്ട് ഗോവയുടെ ഗവർണർ ആര് എന്നായിരുന്നു ചോദ്യം. അന്നത്തെ ഗോവയുടെ ഗവർണർ എന്ന് പറയുന്നത് സത്യപാൽ മാലിക് ആയിരുന്നു.
ഓർത്തു വെക്കണം. സത്യപാൽ മാലിക് ആയിരുന്നു അന്നത്തെ ഗോവയുടെ ഗവർണർ. അദ്ദേഹം പിന്നെ 2020 ഓഗസ്റ്റ് മാസത്തിൽ റിട്ടയർ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭഗത് സിംഗ് കോശിയാരിക്കായിരുന്നു അഡീഷണൽ ചാർജായിട്ട് ഗോവയുടെ ഗവർണറായിട്ട് വന്നത്. ഭഗത് സിംഗ് കോശിയാരി നിലവിൽ ഗോവയുടെയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെയും ഗവർണറാണ്. 2 സംസ്ഥാനങ്ങളുടെ ഗവർണറായിട്ടാണ് നിലവിൽ ഭഗത് സിംഗ് കോശിയാരി ഉള്ളത്. സത്യപാൽ മാലിക് മേഘാലയ സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് നിലവിൽ. ഓക്കെ, നമ്മളിവിടെ ഓർത്തു വയ്ക്കേണ്ട ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ 2020 ഫെബ്രുവരി മാസത്തിലെ ഫാക്റ്റ് അനുസരിച്ചിട്ട് ഗോവയുടെ ഗവർണർ സത്യപാൽ മാലിക് ആയിരുന്നു. എന്നാൽ നിലവിൽ സത്യപാൽ മാലിക് മേഘാലയയുടെ ഗവർണറാണ്. ഗോവയുടെ നിലവിലെ ഗവർണർ ഭഗത് സിംഗ് കോശിയാരിയാണ്. ഭഗത് സിംഗ് കോശിയാരി ഗോവയുടെ മാത്രമല്ല ഗോവയുടെ അടുത്ത് കിടക്കുന്ന മഹാരാഷ്ട്രയുടെ കൂടെ ഗവർണറാണ്. അത്രയും ഫാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം എന്താണ്? ഹൗ മെനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ സെറ്റ് ഔട്ട് ഇൻ പാർട്ട് 4A ആർട്ടിക്കിൾ 51A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? എന്താണ് ചോദ്യം? ആർട്ടിക്കിൾ 51A അല്ലെങ്കിൽ പാർട്ട് 4A പ്രകാരം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട് എന്നാണ് ചോദ്യം. ടോട്ടൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലവിൽ ഉള്ളത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് 1950 കാലഘട്ടങ്ങളിൽ വന്ന ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് 42ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം 1976 ആഡ് ചെയ്തത്. ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല, 10 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ആഡ് ചെയ്യുന്ന സമയത്ത് 1976 42ാമത്തെ അമെൻമെൻറ്റിലൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 86ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം 2002 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആഡ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ഇതൊക്കെ തയ്യാറാക്കിയത് സ്വരൻ സിംഗ് കമ്മിറ്റി ആയിരുന്നു. ഇത്രയും ഫാക്റ്റ് ഓർത്ത് വെക്കണം. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് 42ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം 1976 സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊണ്ടുവന്നത്. കൊണ്ടുവന്ന സമയത്ത് തന്നെ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 2002 86ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആഡ് ചെയ്യപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കാം. 25ാമത്തെ ചോദ്യം എന്താണ്? ആസ് പെർ ദ 8th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹൗ മെനി ലാംഗ്വേജസ് ആർ റെഫേർഡ് ടു ആസ് ഷെഡ്യൂൾഡ് ലാംഗ്വേജ്? എന്താണ് ചോദ്യം? നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ലാംഗ്വേജ് ഉണ്ട് എന്നാണ് ചോദ്യം. മൊത്തം 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജ് ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. ഓക്കെ, ഈ ഒരു 22 എന്ന് പറയുന്ന കണക്ക് 1967 വരെ അങ്ങനെയായിരുന്നില്ല, 14 അതായത് 1950 ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിക്കപ്പെട്ടത് വെറും 14 ലാംഗ്വേജസ് ആയിരുന്നു. പിന്നീട് 1967 സിന്ധിയും 1992 കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി ഭാഷകളിലും 2004 ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി ഇത്ര ഭാഷകൾ ആഡ് ചെയ്തിട്ടാണ് 8 ഭാഷകൾ ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് 14 ഒഫീഷ്യൽ ലാംഗ്വേജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1967 സിന്ധിയും 1992 കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളിയും പിന്നീട് 2004 ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി ഇത്രയും 8 ലാംഗ്വേജസ് 3 വർഷങ്ങളായിട്ട്, അതായത് 3 വിവിധ വർഷങ്ങളായിട്ട് 1967, 92, 2004 വർഷങ്ങളിലായിട്ട് ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ 22 ഒഫീഷ്യൽ ലാംഗ്വേജ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു ചോദ്യം? ഇൻ വിച്ച് ഇയർ വാസ് എ സെപ്പറേറ്റ് ആന്ധ്ര സ്റ്റേറ്റ് ഫോംഡ് ആഫ്റ്റർ ദ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് ദെൻ മദ്രാസ് പ്രൊവിൻസ്? ഏത് വർഷമാണ്? 1952 ആന്ധ്ര സ്റ്റേറ്റ് മദ്രാസ് പ്രൊവിൻസ് വിഭജിച്ചുകൊണ്ട് 1952 ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രസിഡന്റ് ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 123 എന്താണ് ഓർഡിനൻസ് എന്നുള്ള കാര്യമൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോവയുടെ ഗവർണർ 2020 ഫെബ്രുവരി മാസത്തിൽ ഗോവയുടെ ഗവർണർ സത്യപാൽ മാലിക് ആയിരുന്നു. അദ്ദേഹം 2020 ഓഗസ്റ്റ് മാസം റിട്ടയർ ആകുകയും ഭഗത് സിംഗ് കോശിയാരിയാണ് നിലവിലെ ഗോവയുടെ ഗവർണർ. ഗോവയുടെ മാത്രമല്ല മഹാരാഷ്ട്രയുടെയും ഗവർണർ ഭഗത് സിംഗ് കോശിയാരിയാണ്. സത്യപാൽ മാലിക് നിലവിലെ മേഘാലയയുടെ ഗവർണറാണ്. അടുത്ത ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലേ. 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 51A പാർട്ട് 4A. അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജിൻ്റെ എണ്ണം, ഷെഡ്യൂൾഡ് ലാംഗ്വേജിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 22. ആ ഫാക്റ്റ് കൂടെ ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം എന്താണ്? ആസ് ഓഫ് ഫെബ്രുവരി 2020 ഹൗ മെനി മെമ്പേഴ്സ് റെപ്രസെൻറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് ഇൻ ലോക്സഭ? ഇത് പലപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ കാണാറുണ്ടല്ലേ. ഏതെങ്കിലും സംസ്ഥാനം തന്നിട്ട് ആ സംസ്ഥാനത്തെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് എത്ര ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ മെമ്പേഴ്സ് ഉണ്ട് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. അതുപോലെ 2020 ചോദിച്ച ചോദ്യമായിരുന്നു ഉത്തർപ്രദേശിലെ ലോക്സഭ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ എണ്ണം എത്രയാണ്? 80 80 ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ലോക്സഭയിൽ വരുന്ന ആളുകളുടെ എണ്ണം. ഇതൊക്കെ നമ്മുടെ പോപ്പുലേഷൻ ബേസ്, ഓരോ സംസ്ഥാനങ്ങളിലെ പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ടാണ്
ഈ ഒരു കാറ്റഗറി വരുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലെ പോപ്പുലേഷൻ അനുസരിച്ചിട്ട് അതിന് ഈക്വലായിട്ടുള്ള റേഷ്യോയിലാണ് അവിടെ ലോക്സഭ റെപ്രസെൻറ്റേറ്റീവ്സിനെ തീരുമാനിക്കുന്നത്. അങ്ങനെ ഉത്തർപ്രദേശ് ഏറ്റവും പോപ്പുലേഷൻ കൂടിയ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ലോക്സഭ റെപ്രസെൻറ്റേറ്റീവ്സ് വരുന്നത്. അത് 80. 27ാമത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി ഡിസ്ട്രിക്ട്സ് ആർ ദർ ഇൻ യൂണിയൻ ടെറിട്ടറി ലഡാക്ക്? എന്താണ് ചോദ്യം? നമ്മുടെ ലഡാക്ക് അല്ലേ 2019 ഒക്ടോബർ 31 ഫോം ചെയ്ത 2 യൂണിയൻ ടെറിട്ടറി, അതുവരെ ഉണ്ടായിരുന്ന ജമ്മു കാശ്മീർ ഡിവൈഡ് ചെയ്തുകൊണ്ട് ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്ന് പറയുന്ന 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ പുതുതായിട്ട് വന്ന ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിൽ നിലവിൽ എത്ര ഡിസ്ട്രിക്റ്റ് ഉണ്ട് എന്നാണ് ചോദ്യം. 2 ഡിസ്ട്രിക്റ്റാണ് ലഡാക്കിലുള്ളത്. 2 ഡിസ്ട്രിക്റ്റ് ഏതൊക്കെയാണ്? കാർഗിൽ ഡിസ്ട്രിക്റ്റും അതുപോലെ ലേ ഡിസ്ട്രിക്റ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിക്കണം, ലഡാക്കിലുള്ള 2 ഡിസ്ട്രിക്ട്സ് ആണ് കാർഗിലും അതുപോലെ തന്നെ ലേയും. 28ാമത്തെ ചോദ്യം എന്താണ്? വെൻ വാസ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ്ഡ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒറിജിനലായിട്ട് 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. അത് പിന്നീട് 6 ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ 6 ആയിട്ട് മാറാനുള്ള കാരണം റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്നും റിമൂവ് ചെയ്തതുകൊണ്ടാണ്. ഈ ഒരു റിമൂവൽ വന്നത് 1978ലാണ്. 1978 44ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമായിരുന്നു. അതുവരെ ആർട്ടിക്കിൾ 31 ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ പാർട്ടായിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന കാര്യം എടുത്തു മാറ്റിയത്. നിലവിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി കിടക്കുന്നത് ആർട്ടിക്കിൾ 300A ഓക്കെ. 1978 44ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ 7 ഫണ്ടമെൻ്റൽ റൈറ്റിൽ ഒന്നായിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു മാറ്റി അത് ഡിലീറ്റ് ചെയ്ത് ആർട്ടിക്കിൾ 300A കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ 6 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി. ആ ഒരു ഫാക്റ്റ് ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. പലപ്പോഴും പരീക്ഷയിൽ ചോദിച്ചുള്ള കാര്യമാണ്. 1978 ഇവിടെ ചോദിച്ചുള്ള വർഷമാണ്. ഏത് വർഷമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്തത് എന്നാണ് ചോദ്യം. 1978 44ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ്. 2 ഫാക്റ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഒന്ന് ഓർത്ത് വെക്കണം. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ടെന്യൂർ ഓഫ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? എന്താണ് ചോദ്യം? നമ്മുടെ ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ടെന്യൂർ ആണല്ലേ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ടെന്യൂർ എന്ന് പറയുന്നത്. ഓർത്തു വെക്കണം, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ടെന്യൂർ എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കാലാവധി വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സുശീൽ ചന്ദ്രയാണ്. സുശീൽ ചന്ദ്രയാണ് നമ്മുടെ ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. 30ാമത്തെ ചോദ്യം എന്താണ്? ദ കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ടേക്കൺ ഫ്രം? എന്താണ് കാര്യം? നമ്മുടെ ഇന്ത്യയിൽ വിവിധ ആശയങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്ന സമയത്ത് വിവിധ ആശയങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലേ. ആ രീതിയിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏത് രാജ്യത്ത് നിന്ന്, നമ്മളിപ്പോൾ പാർട്ടികൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലേ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ടായിരുന്നു. ആ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടമെടുത്തത് എന്നാണ് ചോദ്യം. റഷ്യയിൽ നിന്നുമാണ്, USSRൽ നിന്നുമാണ് ഒരാശയം കടമെടുത്തിട്ടുള്ളത്. ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് നമുക്ക് കൺഫ്യൂസ് ആവുന്ന മറ്റൊരു കാര്യമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കടമെടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നുമാണ്. ഇതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നും, അതുപോലെ സിംഗിൾ സിറ്റിസൺഷിപ്പ് ബ്രിട്ടനിൽ നിന്നും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്യേണ്ടത്. എന്തായാലും ഈ ഒരു ഫാക്റ്റ് ഇവിടെ ഓർത്തു വെക്കണം. എന്തൊക്കെയായിരുന്നു ചോദ്യം? ആസ് ഓഫ് ഫെബ്രുവരി 2020 ഹൗ മെനി മെമ്പേഴ്സ് റെപ്രസെൻറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് ഇൻ ലോക്സഭ? എത്രയാണ്? 80 ആയിരുന്നു അല്ലേ. അതുപോലെ യൂണിയൻ ടെറിട്ടറി റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്തുള്ള ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയിൽ എത്ര ഡിസ്ട്രിക്റ്റ് ഉണ്ട് എന്നായിരുന്നു ചോദ്യം. 2 ഡിസ്ട്രിക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഏത് വർഷമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കാറ്റഗറിയിൽ നിന്നും റിമൂവ് ചെയ്തത് എന്നായിരുന്നു ചോദ്യം. 1978 44ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമായിരുന്നു. അതുപോലെ മറ്റൊരു ചോദ്യമായിരുന്നു വാട്ട് ഈസ് ദ ടെന്യൂർ ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? എത്ര വർഷമാണ്? 6 years ഓർ അപ് ടു ദ ഏജ് ഓഫ് 65 years വിച്ച് എവർ ഈസ് ഏർലിയർ. അതുപോലെ മറ്റൊരു കാര്യമായിരുന്നു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ കടമെടുത്തത് എന്നായിരുന്നു ചോദ്യം. USSR അതായത് റഷ്യയിൽ നിന്നുമായിരുന്നു നമ്മൾ ഈ ഒരു ആശയം കടമെടുത്തത്. 31ാമത് ചോദ്യം എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് ദ പ്രൊവിഷൻ ഫോർ ഫിനാൻഷ്യൽ എമർജൻസി? നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ വരാത്ത അല്ലെങ്കിൽ ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമാണ് ഫിനാൻഷ്യൽ എമർജൻസി. ഫിനാൻഷ്യൽ എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 360. ഈ ഒരു ഫിനാൻഷ്യൽ എമർജൻസി ഇതുവരെ പ്രഖ്യാപിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യം കൂടിയാണ്. ഫിനാൻഷ്യൽ എമർജൻസി നമ്മുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ സിമ്പിൾ മെജോറിറ്റിയോടുകൂടെ അംഗീകരിച്ചിരിക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അപ്രൂവൽ നേടിയാൽ, അതായത് പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ നേടിക്കഴിഞ്ഞാൽ പിന്നെ
പ്രസിഡന്റിന് തീരുമാനിക്കാം എത്ര കാലം വരെ ഇൻഡെഫിനിറ്റ് ആയിട്ട് അത് തുടരണോ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രസിഡന്റ് തീരുമാനിക്കാം. വീണ്ടും പാർലമെൻറ്റ് അംഗീകാരമൊന്നും ഈ ഒരു ഫിനാൻഷ്യൽ എമർജൻസിക്ക് ആവശ്യമില്ല. അത് എന്ന് റിവോക്ക് ചെയ്യണമെന്ന് പ്രസിഡന്റ് തീരുമാനിക്കുന്നു അതുവരെ അദ്ദേഹത്തിന് അത് നീട്ടിക്കൊണ്ടുപോകാം. അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള പാർലമെൻറ്റ് അപ്രൂവലും കാര്യങ്ങളൊന്നും വേണ്ട. ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് ആർട്ടിക്കിൾ 360 പ്രകാരം നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ഫിനാൻഷ്യൽ എമർജൻസി കൊണ്ടുപോകാൻ പറ്റും. ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല ഫിനാൻഷ്യൽ എമർജൻസി. അതുപോലെ മറ്റ് 2 എമർജൻസീസ് ആണ് ആർട്ടിക്കിൾ 352 വരുന്ന നമ്മുടെ നാഷണൽ എമർജൻസിയും ആർട്ടിക്കിൾ 356 വരുന്ന നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കാം. 32ാമത്തെ ചോദ്യം എന്താണ്? ദ പ്രോസസ് ഓഫ് ഇംപീച്ച്മെൻറ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ഇൻ. ഇവിടെ വെച്ചിട്ട് നമ്മുടെ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാം എന്നാണ് ചോദ്യം. ഞാൻ ഓൾറെഡി കുറച്ച് മുന്നേ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അതായത് വൈസ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പരാമർശം ഇന്ത്യയിൽ ഇല്ല. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചില്ല. വൈസ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്ന കാര്യം പരാമർശിച്ചില്ല. എന്നാൽ പ്രസിഡന്റിൻ്റെ ഇംപീച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. നമുക്ക് ഏത് ഹൗസിൽ വേണമെങ്കിലും, അതായത് ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭ പാർലമെൻറ്റ് ഏത് ഹൗസിൽ വേണമെങ്കിലും പ്രസിഡന്റ് ഇംപീച്ച്മെൻറ്റ് പ്രമേയം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ആ ഒരു ഫാക്റ്റ് ഓർത്തു വെക്കണം. ദ പ്രോസസ് ഓഫ് ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ഇൻ എയ്തർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റ് ഏത് ഹൗസിൽ വേണമെങ്കിലും നമുക്കത് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. 33ാമത്തെ ചോദ്യം എന്താണ്? ഹു വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ബ്രിട്ടൻ വെൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്ഡ് ദ ഇൻഡിപെൻഡൻസ് ബിൽ ഫോർ ഇന്ത്യ ഇൻ ജൂലൈ 1947. എന്താണ് ചോദ്യം? 1947 ബ്രിട്ടീഷുകാർ ഇൻഡിപെൻഡൻസ് ബില്ല് ഇന്ത്യക്കാരുടെ ഇൻഡിപെൻഡൻസ് ബില്ല് പാസ്സാക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമ്മുടെ ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ ആര് എന്നായിരുന്നു ചോദ്യം. ക്ലമൻ ആറ്റ്ലിയാണ്. ഒരുപാട് തവണ ചോദിച്ചുള്ള ചോദ്യമാണ്. ക്ലമൻ ആറ്റ്ലി ആയിരുന്നു ആ ഒരു സമയത്ത് ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ. 34ാമത്തെ ചോദ്യം എന്താണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഇൻ ദ ലോക്സഭ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. 80 ലോക്സഭ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. അത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ പോപ്പുലേഷനൊക്കെ അനുസരിച്ചിട്ട് ഏറ്റവും വലിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അതുകൊണ്ട് ലോക്സഭയിലെ ഏറ്റവും കൂടുതൽ റെപ്രസെൻറ്റേഷൻ വരുന്നതും ഉത്തർപ്രദേശ് തന്നെയാണ്. 35ാമത്തെ ചോദ്യം എന്താണ്? ഹൂ ഈസ് ദ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. എന്താണ് കാര്യം? നമ്മളൊരു സംസ്ഥാനത്തെ ഹെഡ് ആര്, അതായത് ഇന്ത്യയുടെ ഹെഡ് നമ്മൾ പറയുമ്പോൾ പ്രസിഡന്റ് പറയല്ലേ. പ്രസിഡന്റിന് ഈക്വലായുള്ള സ്ഥാനം വരുന്നൊരു പൊസിഷനാണ് സംസ്ഥാനങ്ങളുടെ ഗവർണർ. ഇന്ത്യയിലെ പ്രസിഡന്റ് എങ്ങനെയാണോ അതുപോലെയാണ് സംസ്ഥാനങ്ങളുടെ ഗവർണർ. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ഗവർണറാണ്. ആ ഒരു ഫാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഓർത്തുവെക്കണം. സംസ്ഥാനത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഗവർണറാണ്. എന്തൊക്കെയായിരുന്നു ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് ദ പ്രൊവിഷൻ ഫോർ ഫിനാൻഷ്യൽ എമർജൻസി. ആർട്ടിക്കിൾ 360 പ്രകാരമാണല്ലോ നമ്മൾ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ഹൗസിൽ വേണമെങ്കിലും, ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും പാർലമെൻറ്റ് ഏത് ഹൗസിൽ വേണമെങ്കിലും അതിൻ്റെ പ്രമേയം നമുക്ക് ആരംഭിക്കാൻ പറ്റും. ആ ഒരു ഫാക്റ്റ് ഓർത്ത് വെക്കണം. 1947 ബ്രിട്ടീഷ് ഇൻഡിപെൻഡൻസ്, നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷുകാർ പാസ്സാക്കുന്ന സമയത്ത് ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ ക്ലമൻ ആറ്റ്ലി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ റെപ്രസെൻറ്റേഷനുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആ ഒരു സംസ്ഥാനത്തെ ഗവർണറായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കുക. 36ാമത്തെ ചോദ്യം എന്താണ്? ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വാസ്. നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആര് എന്നാണ് ചോദ്യം. അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. അതുപോലെ മറ്റ് 1-2 കാറ്റഗറി കൂടെ ജസ്റ്റ് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആ ഒരു കാലയളവിൽ ആദ്യത്തെ മിനിസ്ട്രിയിൽ നെഹ്റു മിനിസ്ട്രിയാണ് വന്നത്. നെഹ്റു മിനിസ്ട്രിയിലെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ബൽദേവ് സിംഗും ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ വല്ലഭായ് പട്ടേലും ലോ മിനിസ്റ്റർ അംബേദ്കറുമാണ്. ഓക്കെ. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അബ്ദുൽ കലാം ആസാദ് ആണെങ്കിൽ ഡിഫൻസ് മിനിസ്റ്റർ ബൽദേവ് സിംഗ്, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സർദാർ വല്ലഭായ് പട്ടേൽ, ലോ മിനിസ്റ്റർ അംബേദ്കർ. ഇത്രയും കാറ്റഗറീസ് ഓർത്ത് വയ്ക്കുക. ഇനിയുമുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. 37ാമത്തെ ചോദ്യം എന്താണ്? ഹു ആക്ട്സ് ആസ് പ്രസിഡന്റ് ഡ്യൂറിങ് കാഷ്വൽ വേക്കൻസി ദാറ്റ് അറൈസ് ഡ്യൂ ടു ദ ഡെത്ത് ഓഫ് ദ പ്രസിഡന്റ്. എന്താണ് ചോദ്യം? നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ പ്രസിഡന്റ് മരണപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രസിഡന്റ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പകരമായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് ആര് എന്നാണ് ചോദ്യം. വൈസ് പ്രസിഡന്റിനെയാണ്. പ്രസിഡന്റ് പെട്ടെന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പദവി താൽക്കാലികമായിട്ട് കൈകാര്യം ചെയ്യുക വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ആ ഒരു ഫാക്റ്റ് ഓർത്തു വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. 38ാമത്തെ ചോദ്യം എന്താണ്? ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ജോയിൻ വൈസ്രോയീസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. എന്താണ് ചോദ്യം? 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം ഗവർണർ ജനറലിന് ഒരു ഇന്ത്യക്കാരനെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നു. ആ ഒരു പവർ യൂസ് ചെയ്തുകൊണ്ട് അന്നത്തെ വൈസ്രോയ് നോമിനേറ്റ് ചെയ്ത ആളായിരുന്നു SP സിൻഹ. അങ്ങനെ
വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് ജോയിൻ ചെയ്ത ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു SP സിൻഹ. ആ ഒരു പേര് ഓർത്തു വെക്കണം. അത് പിന്നീട് നമ്പേഴ്സ് കൂട്ടിയിട്ടുണ്ട്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടല്ലോ, ആ ഒരു ആക്ട് പ്രകാരം ഈ മെമ്പേഴ്സിൻ്റെ എണ്ണം 3 ഉയർത്തിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് വീണ്ടും ഒരുപാട് മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. എന്നാൽ നമുക്കിവിടെ അറിയേണ്ട കാര്യം 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം ഗവർണർ ജനറലിന് ഒരു ഇന്ത്യക്കാരനെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് നോമിനേറ്റ് ചെയ്യാമെന്ന പവർ വന്ന സമയത്ത് അവിടെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരനാണ് SP സിൻഹ. അദ്ദേഹത്തിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കാം. 39ാമത്തെ ചോദ്യം എന്താണ്? ഹു വാസ് ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര് എന്നാണ് ചോദ്യം. സുകുമാർ സെൻ ആണല്ലേ. ആ ഒരു കാലയളവിൽ ഇലക്ഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച ആളായിരുന്നു സുകുമാർ സെന്നെ. അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വയ്ക്കുക. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. 40ാമത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആർ ദെയർ ഇൻ രാജസ്ഥാൻ? ഇതുപോലെ വിവിധ സംസ്ഥാനങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസീസ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യസഭയിൽ നിന്നും 25 മെമ്പേഴ്സായിരുന്നു, 25 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ലോക്സഭയിലേക്ക്. ആ ഒരു ഫാക്ട് ഓർത്ത് വയ്ക്കുക. ഇതുപോലെ വിവിധ സംസ്ഥാനങ്ങളുടെ ചോദിച്ചിട്ടുണ്ട്. 2020 CHS പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. അത് ഉത്തർപ്രദേശ് നമ്മൾ കണ്ടു, അതുപോലെ രാജസ്ഥാനിൽ 25 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് ഉള്ളത്. ഓക്കെ, എന്തായിരുന്നു ചോദ്യങ്ങൾ? ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വാസ് അബ്ദുൽ കലാം ആസാദ് ആണ്. അതുപോലെ പ്രസിഡന്റ് മരണപ്പെടുകയും ആ രീതിയിലൊക്കെ അദ്ദേഹത്തിന് വേക്കൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ വൈസ് പ്രസിഡൻ്റാണ് പ്രസിഡന്റ് പൊസിഷൻ താൽക്കാലികമായിട്ട് കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്ര പ്രസന്ന സിൻഹ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നു സുകുമാർ സെന്ന്. അതുപോലെ 40ാമത്തെ ചോദ്യമായിരുന്നു രാജസ്ഥാനിൽ എത്ര ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട് എന്നത്. 25 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് രാജസ്ഥാനിൽ നിലവിലുണ്ട്. അടുത്ത ചോദ്യം എന്താണ്? ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ എമർജൻസി 1975-1977? എന്താണ് ചോദ്യം? 1975-77 അടിയന്തരാവസ്ഥ കാലഘട്ടം ഉണ്ടല്ലേ, ആ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആര് എന്നാണ് ചോദ്യം. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ആ ഒരു കാലയളവിൽ ഇന്ത്യയുടെ പ്രസിഡന്റ്. ഇന്ത്യയുടെ ഏറ്റവും നിർഭാഗ്യവാനായ പ്രസിഡന്റ്, അൺലക്കി പ്രസിഡന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇദ്ദേഹം 1905 ജനിച്ചത്. 1905 ജനിച്ചത്. അത് മറ്റൊരു പ്രത്യേകതയാണ്. അതായത് 20th സെഞ്ചുറിയിൽ ജനിച്ച ഒരാൾ ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. 1905 ജനിച്ച ഫക്രുദ്ദീൻ അലി അഹമ്മദ് 20th സെഞ്ചുറിയിലാണല്ലേ. 1900 ശേഷം ജനിച്ച ഒരു വ്യക്തി ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുന്നത് ആദ്യമായിട്ടായിരുന്നു. അത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഇന്ത്യയുടെ ഏറ്റവും നിർഭാഗ്യവാനായ പ്രസിഡന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് ഇഷ്യൂ ചെയ്ത പ്രസിഡന്റ് കൂടിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അദ്ദേഹത്തിൻ്റെ പേരൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ആ ഒരു പേര് ഓർത്തു വയ്ക്കണം. 42ാമത്തെ ചോദ്യം എന്താണ്? വെൻ വാസ് ദ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എനാക്റ്റഡ്? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിനെ പറ്റിയില്ല. അതായത് നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞ ആ ഒരു ഫാക്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1978 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എനാക്ട് ചെയ്യപ്പെട്ടത്. അന്നത്തെ ജനതാ ഗവൺമെൻറ് ആയിരുന്നു ഈ ഒരു ആക്ട് കൊണ്ടുവന്നത്. എന്തായാലും ഓർത്ത് വെക്കണം, 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് നിലവിൽ വരുന്നത് 1978 അന്നത്തെ ജനതാ ഗവൺമെൻറ് കാലഘട്ടത്തിലായിരുന്നു. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യ ഈസ് കോൾഡ് എ സെക്യുലർ കൺട്രി ബിക്കോസ് സിറ്റിസൺ ഹാസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു. എന്താണ് കാര്യം? ഇന്ത്യ സെക്യുലർ കൺട്രി എന്നറിയപ്പെടാനുള്ള കാരണം എന്താണ്? അതായത് നമുക്ക് ഒരാൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മതം ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ ഉണ്ടല്ലോ. ഫ്രീഡം ടു പ്രൊഫസ് റിലീജിയൻ ഓഫ് വൺസ് ചോയ്സ്. ആ ഒരു അധികാരം നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ ഒരു സെക്യുലർ കൺട്രി ആയിട്ട് പറയപ്പെടുന്നത്. ഇന്ത്യ ഈസ് കോൾഡ് എ സെക്യുലർ കൺട്രി ബിക്കോസ് സിറ്റിസൺ ഹാസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഫ്രീഡം ടു പ്രൊഫസ് റിലീജിയൻ ഓഫ് വൺസ് ചോയ്സ്. ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സെക്യുലർ സ്റ്റേറ്റ് ആയിട്ട് ഇന്ത്യനെ അറിയപ്പെടുന്നത്. 44ാമത്തെ ചോദ്യം എന്താണ്? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ഹോൾഡ് ഓഫീസ് ഫോർ എ ടേം ഓഫ് ഡാഷ് ഇയേഴ്സ്. എത്ര വർഷമാണ് നമ്മുടെ ഒരു വ്യക്തിക്ക് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് തുടരാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം. 5 വർഷമാണ്. അറ്റ് എ ടൈം 5 വർഷം മാത്രമാണ് പ്രസിഡന്റിൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത്. എത്ര തവണ വേണമെങ്കിലും ഒരാൾക്ക് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് തുടരാം. ബട്ട് അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈമിലുള്ള ടെന്യൂർ 5 വർഷം. എത്ര തവണ വേണമെങ്കിലും, അതിന് ലിമിറ്റൊന്നുമില്ല. എത്ര തവണ വേണമെങ്കിലും ഒരാൾക്ക് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ബട്ട് അറ്റ് എ ടൈമിലുള്ള ടെന്യൂർ 5 വർഷമാണ്. ആ ഒരു ഫാക്റ്റും ഡിഫറൻസ് ഒന്നും മനസ്സിലാക്കുക. 45ാമത്തെ ചോദ്യം എന്താണ്? ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് ദ 15th ചെയർമാൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? എന്താണ് ചോദ്യം? നമ്മുടെ ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷൻ്റെ 15ാമത്തെ ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. NK സിംഗ് ആണ്. നിലവിലെ ചെയർമാനും NK സിംഗിനാണ്. അതായത് 15ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ് നിലവിലുള്ളത്. NK സിംഗ് ആണ് അതിൻ്റെ ചെയർമാൻ. 2017 നവംബർ 27 15ാമത്തെ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വരുന്നത്.
ഒരു ഫാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷനെ പറ്റി പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1951 നവംബർ 22. ഓക്കെ, എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? നിലവിൽ നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ NK സിംഗ് ആണ്. നിലവിലെ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് 15ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ്. NK സിംഗ് അതിന് ചെയർമാനായിട്ട് വരുന്നത് 2017 നവംബർ 27 ഫിനാൻസ് കമ്മീഷനെ പറ്റി പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഒഫീഷ്യലായിട്ട് നിലവിൽ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1951 നവംബർ 22. ഓക്കെ, എന്തൊക്കെയായിരുന്നു ചോദ്യം? ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡ്യൂറിങ് എമർജൻസി 1975-1977? ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണല്ലേ. അതുപോലെ നമ്മുടെ 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ആക്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്യേണ്ടത് 1978 ഈ ഒരു ആക്ട് വന്നത്, അന്നത്തെ ജനതാ ഗവൺമെൻറ് കാലയളവിൽ. 43ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യ ഈസ് കോൾഡ് സെക്യുലർ കൺട്രി ബിക്കോസ് സിറ്റിസൺ ഹാസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ടു ഫ്രീഡം ടു പ്രൊഫസ് റിലീജിയൻ ഓഫ് വൺസ് ചോയ്സ്. നമുക്ക് നമ്മുടെ മതസ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ടാണ് സെക്യുലർ സ്റ്റേറ്റ് ആയിട്ട് ഇന്ത്യ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം എന്തായിരുന്നു? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ഹോൾഡ് ഓഫീസ് ഫോർ എ ടേം ഓഫ് 5 years. 5 വർഷത്തേക്കാണ് ഒരാൾക്ക് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് തുടരാൻ പറ്റുന്നത്. എത്ര കാലയളവ് വേണമെങ്കിലും അദ്ദേഹത്തിന് പ്രസിഡന്റായിട്ട് തുടരാം. ആ ഒരു ഫാക്റ്റും ഡിഫറൻസും മനസ്സിലാക്കണം. 45ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് ദ 15th ചെയർമാൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? 2017 തൊട്ടിട്ട് 15th ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്. അതിൻ്റെ ചെയർപേഴ്സൺ NK സിംഗ് ആണ്. ഓക്കെ, ഇത്രയും ഫാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കണം. 46ാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്? നമ്മുടെ ഇന്ത്യയിൽ പുതിയ സംസ്ഥാനങ്ങൾ ഫോം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത് എന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 3 ആണ്. ആർട്ടിക്കിൾ 3 ആണ് നമ്മുടെ ഇന്ത്യയിൽ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്, ഓൾട്ടറേഷൻ ഓഫ് ഏരിയാസ്, ബൗണ്ടറീസ് ഓർ നെയിം ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്, ഇത്രയും കാര്യങ്ങൾ പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3. അതായത് നമ്മുടെ ഇന്ത്യയിൽ പുതിയ സംസ്ഥാനങ്ങൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പേര് മാറ്റുന്നുണ്ടെങ്കിലോ അതിൻ്റെ അതിർത്തികളിൽ ഏതെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിലോ അതൊക്കെ പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3. നമ്മുടെ തെലങ്കാനയും അതുപോലുള്ള സംസ്ഥാനങ്ങൾ റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്ത 2014 ഫോം ചെയ്ത സംസ്ഥാനങ്ങളൊക്കെ ഈ ഒരു ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഓർത്ത് വയ്ക്കുക, ആർട്ടിക്കിൾ 3 പ്രകാരമാണ് നമ്മുടെ ഇന്ത്യയിൽ പുതിയ സംസ്ഥാനങ്ങൾ ഫോം ചെയ്യുന്നതും നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ ബൗണ്ടറി മാറ്റുന്നതോ പേര് മാറ്റുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 3 47ാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഓൺ ദ പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി? നമ്മുടെ ഒരു ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലേ. ഏത് ആർട്ടിക്കിളാണ് ഈ പറഞ്ഞ ഫാക്റ്റ് വരുന്നത് എന്നാണ് ചോദ്യം. അതായത് which article of the Constitution of India state that directive principle of state policy on the promotion of international peace and security? Promotion of international peace and security യുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51 ഇത് വരുന്നത് നമ്മുടെ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ അണ്ടറിലാണ്. ഓർത്തു വെക്കണം, ആർട്ടിക്കിൾ 51 എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ്. 48ാമത്തെ ചോദ്യം എന്താണ്? ദ ഡെഫിനിഷൻ ഓഫ് മണി ബിൽ ഈസ് ഗിവൺ ഇൻ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിളാണ് മണി ബില്ലിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 110 മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഓർത്തു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ആർട്ടിക്കിൾ 110 മണി ബില്ലിൻ്റെ ഒരു പ്രത്യേകത, മണി ബില്ല് ലോക്സഭയിൽ മാത്രമാണ് അവതരിപ്പിക്കുന്നത്, രാജ്യസഭയിൽ അവതരിപ്പിക്കില്ല. അത് പലപ്പോഴും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ഫാക്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്തു വെക്കണം. അടുത്ത ചോദ്യം എന്താണ്? അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഇന്ത്യൻ സിറ്റിസൺ ഗ്യാരണ്ടീഡ് ദ റൈറ്റ് ടു 6 ഫണ്ടമെൻ്റൽ ഫ്രീഡംസ്? നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിന് 6 ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് ഗ്യാരണ്ടി ചെയ്യുന്ന ആർട്ടിക്കിൾ ഏത് എന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 19 ആണ്. ആർട്ടിക്കിൾ 19 പ്രകാരമാണ് നമ്മുടെ 6 ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നത്. ആ ഒരു ആർട്ടിക്കിൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളും അതിൻ്റെ ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറിയിൽ ഓർത്തു വയ്ക്കണം. ഓക്കെ, 50ാമത്തെ ചോദ്യം എന്താണ്? ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ഫസ്റ്റ് ഇലക്റ്റഡ് പാർലമെൻറ്റ് വിത്ത് 2 ഹൗസസ് കം ഇൻ ടു ബീയിങ് ഇൻ ഇന്ത്യ? എന്താണ് ചോദ്യം? ഇന്ത്യയിലെ ആദ്യത്തെ എലക്റ്റഡ് പാർലമെൻറ്റ് നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. 1952 1951-52 വർഷങ്ങളിലായിട്ട് നടന്നില്ല. ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് 1952 ഏപ്രിൽ മാസമായിരുന്നു ആദ്യത്തെ എലക്റ്റഡ് പാർലമെൻറ്റ് നിലവിൽ വന്നിട്ടുള്ളത്. വർഷം ഓർത്ത് വയ്ക്കുക, 1952. ഓക്കെ, എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്? ഏതാണ്? ആർട്ടിക്കിൾ 3 ആണല്ലേ. അതുപോലെ ആർട്ടിക്കിൾ 51 എന്തായിരുന്നു? പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 110. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സിറ്റിസണിൽ പരാമർശിക്കുന്ന 6 ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. നമ്മുടെ ആദ്യത്തെ എലക്റ്റഡ് പാർലമെൻറ്റ് നിലവിൽ വന്ന വർഷം 1952. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മളൊന്ന് ഓർത്തു വരണം.
51ാമത്തെ ചോദ്യം എന്താണ്? തെലങ്കാന ബിക്കം 29th സ്റ്റേറ്റ് ഓഫ് ദ ഇന്ത്യ ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് നമ്മുടെ തെലങ്കാന ഇന്ത്യയുടെ 29ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് ഫോം ചെയ്തത് എന്നായിരുന്നു ചോദ്യം. 2014 ഇന്ത്യയുടെ 29ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് തെലങ്കാന ഫോം ചെയ്തത്. ഓക്കെ, ഓർത്ത് വെക്കണം. 29ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് 2014 തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചത്. തെലങ്കാനയെ പറ്റി പറയുകയാണെങ്കിൽ അന്നത്തെ ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ബില്ലിലൂടെയാണ് 2014 ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ബില്ലിലൂടെയാണ് തെലങ്കാന സംസ്ഥാനം ഫോം ചെയ്യുന്നത്. ഈ ഒരു ബില്ല് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2014 മാർച്ച് 1-ാം തീയതിയാണ്. ജസ്റ്റ് ആ ഫാക്റ്റ് കൂടെ ഓർത്ത് വെക്കുക. അതിനുശേഷം 2014 ജൂൺ 2-ാം തീയതി ഒഫീഷ്യലായിട്ട് തെലങ്കാന സംസ്ഥാനം ഫോം ചെയ്യുകയും തുടർന്നുള്ള നിയമസഭാ ഇലക്ഷനിൽ കെ ചന്ദ്രശേഖർ റാവു അവരുടെ CM ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും ഫാക്റ്റ് തെലങ്കാനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. 52ാമത്തെ ചോദ്യം എന്താണ്? ഇൻ വിച്ച് ഇയർ നീതി ആയോഗ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്? എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബോഡിയാണല്ലേ നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അതാണ് നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വരുന്നത് 2015 2015 ജനുവരി 1-ാം തീയതിയാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ആ ഒരു ഫാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. 53ാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ? എന്താണ് ചോദ്യം? ഫോഴ്സ്ഡ് ലേബർ, അതായത് നിർബന്ധിച്ചിട്ടുള്ള ജോലിയും അതുപോലെ തന്നെ മനുഷ്യക്കടത്തൊക്കെ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ഓർത്തു വെക്കണം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊഹിബിറ്റ്സ് ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ? ഫോഴ്സ്ഡ് ലേബർ അതിനെപ്പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. അതൊരു ക്രിമിനൽ ആക്ട് തന്നെയാണ്. ഫോഴ്സ്ഡ് ലേബറും അതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒക്കെ. ഓക്കെ, ആ ഒരു ഫാക്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. 54ാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ പ്രൊവിഷൻ ഓഫ് ആർട്ടിക്കിൾ 49 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 49 എന്താണ് പരാമർശിക്കുന്നത് എന്നാണ് ചോദ്യം. അതായത് നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെൻറ്റ്സ് ആൻഡ് പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് നാച്ചുറൽ ഇമ്പോർട്ടൻസ് ആണ് ആർട്ടിക്കിൾ 49 പരാമർശിക്കുന്നത്. ആ ഒരു ഫാക്ട് ജസ്റ്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇവിടെ നമ്മൾ ഒരുപാട് ആർട്ടിക്കിൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ആർട്ടിക്കിൾ 51, ആർട്ടിക്കിൾ 51, ആർട്ടിക്കിൾ 49, അതുപോലെ ഒരുപാട് ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. 55ാമത്തെ ചോദ്യം എന്താണ്? GST വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് അമെൻമെൻറ്റ് ആക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് എന്നാണ് ചോദ്യം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. 101ാമത്തെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലേ. ആ ഒരു ഫാക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. എന്തൊക്കെയായിരുന്നു ചോദ്യം? തെലങ്കാന ബിക്കം 29th സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഓൺ 2014 അല്ലേ. 2014 ഇന്ത്യയുടെ 29ാമത്തെ സംസ്ഥാനമായിട്ട് തെലങ്കാന നിലവിൽ വന്നത്. അതുപോലെ നീതി ആയോഗിൻ്റെ ഫോർമേഷൻ ഇയർ ചോദിച്ചിട്ടുണ്ട്. 2015 ജനുവരി 1-ാം തീയതിയാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 23 അല്ലേ. ആർട്ടിക്കിൾ 23 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. അതുപോലെ ആർട്ടിക്കിൾ 49 എന്താണ് പരാമർശിക്കുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെൻറ്റ്സ് ആൻഡ് പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് നാച്ചുറൽ ഇമ്പോർട്ടൻസ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. GSTയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 101ാമത്തെ അമെൻമെൻറ്റ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 56ാമത്തെ ചോദ്യം എന്താണ്? ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദാണ്. അതിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു ആദ്യത്തെ വൈസ് പ്രസിഡന്റ്. ഓക്കെ, 57ാമത്തെ ചോദ്യം എന്താണ്? ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ? വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ചോദ്യമാണല്ലേ. ഡോക്ടർ BR അംബേദ്കർ ആണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിൻ്റെ മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നേ നമ്മൾ ഡിസ്കസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, 58ാമത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ 6th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 12 ഷെഡ്യൂൾസ് ഉണ്ടല്ലേ. അതിൽ 6th ഷെഡ്യൂൾസിൽ പരാമർശിക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അതിൽ ഒരു സംസ്ഥാനം മാത്രം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ രീതിയിലാണ് ചോദ്യം വന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ചോദ്യം മിസോറാമാണ്. ഇതിൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന സംസ്ഥാനം മിസോറാമാണ്. ടോട്ടൽ 4 സംസ്ഥാനങ്ങളാണ് നമ്മുടെ 6th ഷെഡ്യൂളിൽ പരാമർശിക്കുന്നത്. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഈ 4 സംസ്ഥാനങ്ങളാണ് ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ ഫോം ചെയ്തുകൊണ്ട് നമ്മുടെ 6th ഷെഡ്യൂളിൽ പരാമർശിക്കുന്നത്. ഓർത്തു വയ്ക്കണം. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഈ 4 സംസ്ഥാനങ്ങളാണ് നമ്മുടെ 6th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്നത്. 59ാമത്തെ ചോദ്യം എന്താണ്? ഹു ഈസ് ദ 47th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ 47ാമത്തെ ചീഫ് ജസ്റ്റിസ് ആര് എന്നാണ് ചോദ്യം. SA ബോബ്ഡെ ആയിരുന്നു.
അദ്ദേഹം ഇപ്പോൾ റീസെൻ്റായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ 47ാമത്തെ അല്ല, ഇനി ചോദിക്കുക 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. അത് NV രമണിയാണ്. NV രമണിയാണ് 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. 47ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ SA ബോബ്ഡെ ആയിരുന്നു. രണ്ട് പേരുകളും കൺഫ്യൂസ് ആവാതെ ഓർത്ത് വെക്കണം. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ നമ്പർ ചോദിക്കാറുണ്ട്, അങ്ങനെയാണ് പരീക്ഷയിൽ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 47ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ SA ബോബ്ഡെയും 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ NV രമണയുമാണ്. 60ാമത്തെ ചോദ്യം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ ഡാഷ് മാൻഡേറ്റ്സ് ദ ഇലക്ഷൻ കമ്മീഷൻ ടു കണ്ടക്ട് ദ ഇലക്ഷൻ ടു ദ പാർലമെൻറ്റ് ആൻഡ് ദ സ്റ്റേറ്റ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് എന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 324 പ്രകാരമാണ്. നമുക്കറിയാം നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. ആ ഒരു ഫാക്ട് വെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്തു വയ്ക്കാം. എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ? ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആണ്. അതുപോലെ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്? ഡോക്ടർ BR അംബേദ്കർ ആണ്. നമ്മുടെ 6th ഷെഡ്യൂളിൽ വരുന്ന 4 സംസ്ഥാനങ്ങളിൽ ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട്, അത് മിസോറാം ആയിരുന്നു. മറ്റ് 3 സംസ്ഥാനങ്ങൾ ആസാം, മേഘാലയ, ത്രിപുരയാണ്. ഓക്കെ. 59ാമത്തെ ചോദ്യം നമ്മുടെ 47ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു, അത് SA ബോബ്ഡെ ആണ്. ഇപ്പം നിലവിൽ 48ാമത്തെ ചീഫ് ജസ്റ്റിസ് വന്നിട്ടുണ്ട്, അത് NV രമണിയാണ്. അതുപോലെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ട്, അത് ആർട്ടിക്കിൾ 324 ആണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഫാക്റ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ആകെ 60 ചോദ്യങ്ങളും 60 ഉത്തരങ്ങളും മാത്രമല്ല നമ്മൾ പഠിച്ചത്, അതിലധികം ഒരുപാട് അതിൻ്റെ എത്രയോ മടങ്ങ് റിലേറ്റഡ് ഫാക്ട്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ടല്ലേ. അങ്ങനെ ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള മറ്റു പരീക്ഷകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഞാൻ അഡീഷണൽ ഫാക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് തന്നെ മുന്നോട്ടുള്ള പരീക്ഷകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയുടെ ഒരു കോഴ്സ് കിടപ്പുണ്ട്, 30ലധികം ക്ലാസ്സുകൾ അതിൽ ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനമായിട്ട് നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയിൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ പൊളിറ്റിയിൽ നമ്മൾ ചോദിക്കുന്ന പരീക്ഷയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിലും അതിൽ നിന്നായിരിക്കും നമുക്ക് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരിക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയുള്ള 30ലധികം വീഡിയോസ് വരുന്നൊരു ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അക്കാഡമീസുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ക്ലാസ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക. നമുക്ക് എന്തായാലും മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്